യെസ്, ഗുഡ് ഈവനിങ്. അപ്പോ നമ്മള് തുടങ്ങുകയാണ്. ഇന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് ബൈജൂസ് അക്കാദമിയിൽ നിന്ന് ബൈജുവിന്റെ ഒരു ഫ്രീ സെഷൻ വരുന്നത്. അപ്പോ പുതുവർഷത്തിൽ എന്താണ് സെഷന്റെ സബ്ജക്ട് കൊടുക്കണമെന്ന് ഞാൻ ഹരിയും കൂടെ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പണ്ട് അതായത് കുറച്ച് ഈ ട്രെയിനിങ് ഫീൽഡിലൊക്കെ വരുന്നതിന് മുമ്പും LICയെ കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പും ഇത്രയൊക്കെ പഠിക്കുന്നതിന് മുമ്പും എനിക്ക് വീക്ക്നെസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. ആളുകളോട് നമ്മൾ പോളിസിയൊക്കെ പറയും, ഫോളോ അപ്പിന് കൃത്യമായിട്ടുള്ള ഒരു ചാർട്ടോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലും ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോഴായിരിക്കും, അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്ന് കാണാ എന്ന് വിചാരിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് വിടും. അപ്പോ ഇന്ന് വരെ കേരളത്തിൽ ഒരു ട്രെയിനറും ഹാൻഡിൽ ചെയ്യാത്ത ഒരു സബ്ജക്റ്റ് ആണ് ദ ഫോളോ അപ്പ് സീക്രട്സ്. അപ്പൊ അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഈ ഒരു സെഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ സ്ലൈഡ് ഒന്നും കൊണ്ടുവച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡയലോഗ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. കാട് വെട്ടിത്തെളിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മൂർച്ച കൂട്ടുന്ന സമയം നഷ്ടമാവില്ല. അപ്പൊ ഒരു രാത്രി ഇന്ന് മന്ത് എൻഡ് ആണ്, കുറെ ആളുകൾ ഫീൽഡിലൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ സെഷന് 499 പേര് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഇൻഷുറൻസ് ഏജന്റിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര പേരെ കണ്ടിട്ടും കാര്യമില്ല. അപ്പൊ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഫോളോ അപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫോളോ അപ്പ് സീക്രട്സ്. അപ്പൊ എല്ലാവരും ഒന്ന് എസ് ടൈപ്പ് ചെയ്ത് നമുക്ക് തുടങ്ങാം അല്ലേ? വിശക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാകും, കഴിച്ചോളൂ, പ്രശ്നമില്ല. പക്ഷെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിക്കരുത്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൊതിപ്പിക്കരുത്, അത്രമാത്രമേ പറയാനുള്ളൂ. കുറച്ച് പേരൊക്കെ വീഡിയോ ഓൺ ചെയ്യുക. അപ്പൊ ധാരാളം എസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ധാരാളം ഹാൻഡ് ഷേക്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷം. നിങ്ങൾ ഓരോരുത്തരെയും 2026 തുടക്കത്തിൽ നമ്മൾ ഒരുക്കം എന്നൊക്കെ പറഞ്ഞ് സെഷനൊക്കെ ചെയ്യുന്നതാണ്. ഇത്തവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേറൊരു സെഷൻ ചെയ്തിരുന്നു, അത് എസ്പെഷ്യലി ഫോർ ഗ്രോമാക്സ് ക്ലബിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ 2026 നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫ്രീ ട്രെയിനിങ് സെഷൻ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഈ 2026 നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ദ ഫോളോ അപ്പ് സീക്രട്സ്. അപ്പൊ നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഫലപ്രദമായി പ്രോസ്പെക്റ്റിനെ ഫോളോ അപ്പ് ചെയ്ത് ക്ലോസിംഗിലേക്ക് നയിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ആക്ച്വലി ഇത് എന്റെ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ കുറച്ച് ട്രെയിനർ എന്ന നിലയിൽ ചില കണ്ടന്റുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോളേജ് അല്ല, വിസ്ഡമാണ്. അല്ലെ? നമുക്ക് നോക്ക്, ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് നോളേജ് കിട്ടുന്നുണ്ട്. നോളേജിന് ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. യൂട്യൂബിൽ നിന്നായാലും മറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നായാലും ധാരാളം ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിസ്ഡം കിട്ടും. കാരണം ഞാൻ എപ്പോഴും ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. എന്താണ് വിസ്ഡം? നോക്കൂ, ഇപ്പൊ നമ്മളൊരു കൊച്ചു കുട്ടിയോട് പറയാണ്, മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൊച്ചുകുട്ടിയോട് നിങ്ങൾ ഷെയർ ചെയ്യാണ്, ഈ മെഴുകുതിരിയിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളും. അപ്പൊ ആ പൊള്ളും എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിച്ച് ആ മെഴുകുതിരിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയിൽ തൊടാത്തിടത്തോളം കാലം അതൊരു നോളേജ് മാത്രമാണ്. പക്ഷെ തൊട്ട് കഴിയുമ്പോഴാണ്, പൊള്ളിക്കഴിയുമ്പോഴാണ് കുട്ടിക്ക് യഥാർത്ഥത്തിൽ എന്ത് മനസ്സിലാവുക, ഓ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അപ്പൊ നോളേജും വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമുക്ക് അനുഭവിച്ചറിയാത്തിടത്തോളം കാലം അത് അറിവ് മാത്രമാണ്. പക്ഷെ നമ്മൾ അനുഭവിച്ചറിയുന്ന സമയത്ത് അത് നമുക്കൊരു വിസ്ഡം പ്രദാനം ചെയ്യും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് നോളേജ് മാത്രമല്ല, എൻ്റെ ഇത്രയും കാലത്തെ ഇൻഷുറൻസ് ജീവിതത്തിനകത്ത് ഫോളോ അപ്പ് എന്ന് പറയുന്ന ആ ഒരു മാന്ത്രികത എനിക്ക് കൈമോശം വന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതൊരു പോളിസി ഹോൾഡറും പോളിസി വാങ്ങിക്കുന്നത് 5-ാമത്തെ 6-ാമത്തെ ഫോളോ അപ്പിന് ശേഷമായിരിക്കും. ചില സാഹചര്യങ്ങളിൽ ചില പോളിസിയുടെ വലിപ്പത്തിനും ചെറുപ്പത്തിനും അനുസരിച്ചൊക്കെ ചിലപ്പോൾ ആദ്യത്തെ തവണ തന്നെ നമുക്ക് കിട്ടാം. പക്ഷെ വലിയ പോളിസികളൊക്കെ വിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ തീരുമാനമെടുക്കുക അത് 4-ാമത്തെ 5-ാമത്തെ മീറ്റിംഗിലായിരിക്കും. അപ്പൊ അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു 73% ഓഫ് ദ ഇൻഷുറൻസ് ഏജൻസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 1-ാമത്തെ 2-ാമത്തെ ഫോളോ അപ്പ് കഴിഞ്ഞ് കസ്റ്റമർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയും.
വേണ്ടാന്ന് പറയല്ല, അവിടെ നിന്ന് വിട്ടിട്ട് അടുത്ത ആളെ ചെന്ന് കാണും. അങ്ങനെ ചെയ്യരുത്. കാരണം ഫോളോ അപ്പിലാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കിടക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോ അപ്പ് ഇൻ സക്സസ്ഫുൾ സെയിൽസ് അല്ലെ. സക്സസ് ആയ ഒരു സെയിൽസിനകത്ത് ഫോളോ അപ്പിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഫോളോ അപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പുതിയ ആളുകളെ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്തിനാ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പിനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഓരോ ആളുകളെ കാണുന്ന സമയത്തും നിങ്ങൾ അതിനകത്ത് ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം നിങ്ങൾ സെറ്റ് ചെയ്തോണം. അപ്പൊ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു സിസ്റ്റം നമുക്ക് അതിനകത്ത് ഉണ്ടായിരിക്കണം. ദ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ അല്ലെ, എന്താണ് കോക്ക എന്ന് പറയും. കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കസ്റ്റമറെ കണ്ടെത്താൻ നമുക്ക് വരുന്ന ചെലവിനെയാണ് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത്. ഒരു പുതിയ കസ്റ്റമറെ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു പുതിയ പ്രോസ്പെക്റ്റിനെ കസ്റ്റമർ ആക്കുന്നതിനിടയിലുള്ള ഒരു ചെലവ് ഉണ്ടാവുള്ളൂ. അതിനെയാണ് എന്ത് പറയാ, ദ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ബൈജൂസ് അക്കാദമിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ ചേരുകയാണ്. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് അടയ്ക്കുന്ന ഫീസ് മാത്രമായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിനകത്തായിരിക്കുന്ന, നിങ്ങൾക്ക് ആ ഫീസ് മാത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റ് ചെലവുകളൊന്നും അതിന് ചെയ്യേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ഒരു ഓഫ്ലൈൻ സെഷൻ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ട്രെയിനർക്ക് കൊടുക്കുന്ന ഫീസിന് പുറമെ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള ചാർജ്, നിങ്ങൾക്ക് അതിനു വേണ്ടി റൂം എടുത്ത് താമസിക്കാനുള്ള ചാർജ് ഒക്കെ അടക്കം വരും. അപ്പൊ ഇന്നത്തെ കാലത്ത് ബിസിനസ് ലോകത്ത് ഏറ്റവും ചർച്ച നടക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ ആണ്. ഒരു കസ്റ്റമറെ കിട്ടുന്നതിന് വേണ്ടി മാക്സിമം എത്ര ചെലവ് കുറച്ചുകൊണ്ട് ആ ബിസിനസ് ചെയ്യാൻ പറ്റുമോ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷനിൽ നമുക്ക് ഒരു വലിയ സംഗതി ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് നോക്കാം ഹൗ ടു ഫോളോ അപ്പ് യുവർ കസ്റ്റമർ ഇൻ ലൈഫ് ഇൻഷുറൻസ് സെയിൽസ് അല്ലെ. ഒരു ലൈഫ് ഇൻഷുറൻസ് വിൽപ്പനയിൽ കസ്റ്റമറെ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ക്ലോസ് മോർ സെയിൽസ്, എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന വിത്തൗട്ട് അനോയിങ് യുവർ പ്രോസ്പെക്ട് ആഫ്റ്റർ യുവർ പ്രസന്റേഷൻ. നമ്മളൊരു പ്രസന്റേഷൻ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് ആ പോളിസി ക്ലോസ് ചെയ്യുക, എങ്ങനെ കസ്റ്റമറെ ഓവറായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഇറിറ്റേറ്റ് ചെയ്യാതെ നമ്മൾ ക്ലോസ് ചെയ്യണം അല്ലേ. ഇപ്പൊ ഒരു കസ്റ്റമർക്ക് നമ്മൾ പ്രസന്റേഷൻ ഒക്കെ കൊടുത്തു, പ്രസന്റേഷൻ ഒക്കെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു, കസ്റ്റമർ പറയും ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങൾ കുറെ കാര്യങ്ങൾ കയറി വരും. അപ്പൊ ഇതിനിടയ്ക്ക് കുറെ പ്രോസസ് ഉണ്ട്. അപ്പൊ കസ്റ്റമറെ അനോയിങ് യുവർ പ്രോസ്പെക്ട് ആഫ്റ്റർ യുവർ പ്രസന്റേഷൻ. അനോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കസ്റ്റമറെ മാക്സിമം ബുദ്ധിമുട്ടിക്കാതെ ഇറിറ്റേറ്റ് ചെയ്യാതെ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ടാക്കാതെ, ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാതെ, ഇല്ല നിരഞ്ജനെ, നമ്മളെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാതെ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാതെ, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യാതെ, ഫൈനലി നമ്മളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാതെ എങ്ങനെ കസ്റ്റമറെ സന്തോഷത്തോടു കൂടി ഫോളോ അപ്പ് ചെയ്ത് ആ പ്രസന്റേഷനെ ക്ലോസ് ചെയ്ത് നമുക്ക് പോളിസി നമ്പർ ആക്കാം എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പൊ അതിനകത്ത് നമ്മൾ കുറെ സ്റ്റെപ്പുകൾ നോക്കും. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഇൻഷുറൻസ് പോളിസി വിൽക്കുമ്പോൾ പണ്ടൊക്കെ എന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പോളിസികളൊക്കെ ഫോമൊക്കെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ, നിറയെ പേര് ചേരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വിചാരിച്ച സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അതിനെ ക്ലോസിംഗിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് 2 or 3 തവണ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും പിന്നെ ആ കസ്റ്റമറെ വിട്ടുകളയുകയും ചെയ്യും, എന്നിട്ട് പുതിയ ആളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ദ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ, കോക്ക എന്ന് പറയും. അപ്പൊ അവിടെ നമുക്ക് നോക്കൂ, എല്ലാ ഇൻഷുറൻസ് അഡ്വൈസർക്കും പ്രസന്റേഷന് ശേഷം 2 ഓപ്ഷനാണ് ഉള്ളത്. ഏതൊരു വിൽപ്പനക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആളായിക്കോട്ടെ, പ്രോസ്പെക്റ്റിന് തങ്ങളുടെ പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും പ്രസന്റേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു സെയിൽസ്മാന്, എസ്പെഷ്യലി നമ്മൾ ഇൻഷുറൻസ് ഏജന്റ് ആയതുകൊണ്ട് നമ്മളുടെ മുന്നിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. എന്താ 2 ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ, ആ പ്രോഡക്റ്റ് പ്രോസ്പെക്റ്റ് വാങ്ങുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യാം. എന്താണ്? ആ ഒരു പോളിസി പ്രോസ്പെക്റ്റ് വാങ്ങുന്നത് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തോണം. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാത്തിടത്തോളം കാലം ആ വ്യക്തി പ്രോസ്പെക്റ്റ് ആണ്.
നമ്മൾ എപ്പോഴും പറയും, സാധാരണ നമ്മൾ പറയാണ് ഞാൻ കസ്റ്റമറെ കാണാൻ പോവുകയാണെന്ന് അല്ലേ. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിയിരിക്കണം. ഒന്നും വാങ്ങാത്ത ഒരാള് അത് വാങ്ങുന്നത് വരെ എന്താണ് നമ്മളെ സംബന്ധിച്ച് പ്രോസ്പെക്റ്റ് ആണ്. അപ്പൊ എന്താ, രണ്ട് ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, ടു ട്രൈ അനദർ പേഴ്സൺ. ഒന്നാമത്തെ ഓപ്ഷൻ ഫോളോ അപ്പ് ചെയ്യുക, രണ്ടാമത്തെ ഓപ്ഷൻ ട്രൈ അനദർ പേഴ്സൺ. പക്ഷെ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം അഡ്വൈസേഴ്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ പ്രസന്റേഷൻ കൊടുത്ത കസ്റ്റമറെ ഫലപ്രദമായി ഫോളോ അപ്പ് ചെയ്യാതെ പുതിയ ആളുകളെ കണ്ടെത്താൻ വേണ്ടി നടക്കും. ട്രൈ അനദർ പേഴ്സൺ. അപ്പൊ നോക്കൂ, ഒരു പ്രസന്റേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, ആ പ്രസന്റേഷൻ കൊടുത്ത കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുക. രണ്ട്, പുതിയ ആളെ കണ്ടെത്തുക. ഇതിൽ ഏത് ഓപ്ഷനാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഒന്നാമത്തെ ഓപ്ഷൻ ആണോ രണ്ടാമത്തെ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. നിങ്ങൾ ഭൂരിഭാഗം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഓപ്ഷൻ ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ? നോണ പറയരുത് കേട്ടോ പുഷ്കല മാഡം. 1, 2 എന്നുള്ളതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞോണം, നമുക്കതിന് വഴി കണ്ടെത്തി തരാൻ വേണ്ടിയിട്ടാ. 2, ബിജു സാർ പറഞ്ഞിട്ടുണ്ട് 2 എന്ന്. ഫസ്റ്റ് വൺ 2. കണ്ടില്ലേ, 2 കൂടുതലും വരുന്നത് 2 ആണ്. അപ്പൊ ഇന്നത്തെ എന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാലത്ത് ഒന്നാമത്തെ ഓപ്ഷൻ ഇഷ്ടപ്പെടാതെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1, 2 തവണ. കാരണം ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, എല്ലാ സെയിൽസ് പീപ്പിളിനും ഉള്ള ഒരു സംഗതിയാണ്. ഇനിയിപ്പോ ഞാൻ എങ്ങാനും സ്ട്രോങ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്നെ ഒഴിവാക്കുമോ, ഈ ചിന്ത കൊണ്ട് പുതിയ പുതിയ ആളുകളെ കാണും. പക്ഷെ ആ പുതിയ പുതിയ ആളുകളെ കാണൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ചെലവേറിയ സംഭവമായിരുന്നു. നോക്കൂ, നിങ്ങള് രണ്ടാമത്തെ വഴിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാവുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രൈ അനദർ പേഴ്സൺ. അതായത് പ്രസന്റേഷൻ കൊടുത്ത ആളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാതെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് കൂടുതൽ പണം ചെലവാകും. എന്താണ്? നമ്മൾ ഓരോ പുതിയ ആളെയും പ്രോസ്പെക്ട് ചെയ്യാൻ കൂടുതൽ പൈസ ചെലവാകും. അപ്പൊ ആദ്യം നമുക്ക് ചെലവാകുന്നത് പൈസയാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഓരോ പുതിയ ആളുകളെയും കണ്ടെത്താൻ നമ്മൾ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വരും. ദ സെക്കൻഡ് തിങ് ഈസ് ട്രൈ അനദർ പേഴ്സൺ. ധാരാളം സമയം കണ്ടെത്തേണ്ടി വരും. പിന്നെന്താ? മൂന്നാമത്തെ കാര്യം, നമ്മളുടെ എഫേർട്ട് എന്ന് പറയുന്നത്, പ്രയത്നം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം നമ്മൾ കാണുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊന്നും നമുക്ക് ക്ലോസിങ് കിട്ടുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും പുതിയ ആളുകളെ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എഫേർട്ട് കൂടുതലായിട്ട് ഇടേണ്ടി വരും. നാലാമത് ലോസായി പോകുന്നത് എന്താ? എനർജി. അല്ലേ? നോക്കൂ, നമ്മൾ ഫോളോ അപ്പിൽ വിദഗ്ധനായിട്ടില്ലെങ്കിൽ, നല്ല രീതിയിൽ കസ്റ്റമറെ ഫോളോ ചെയ്തിട്ട് പോളിസികൾ നമുക്ക് വരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ ആളെ കണ്ടാൽ അയാളും പോളിസി തന്നിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പുതിയ ആളുകളെ കാണണ്ടേ. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മളുടെ എനർജി ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അല്ലേ ജ്യോതി മാഡം? പുതിയ പുതിയ ആളുകളെ കണ്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് പോളിസി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, ഓരോ പുതിയ ആളുകളെ കാണുമ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് ഈ 4 കാര്യങ്ങളാണ്. പണം നഷ്ടമാകും, സമയം നഷ്ടമാകും, നമ്മുടെ പ്രയത്നത്തിന്റെ ആ ഒരു എഫേർട്ടിന്റെ ആ ഒരു വോളിയം എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. നമ്മുടെ പോളിസികളൊന്നും നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നിട്ടില്ല എങ്കിൽ, ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് എനർജിയും നഷ്ടമാവും. ഈ 4 അനുഭവങ്ങൾ എത്ര പേർക്കുണ്ട്? ഒന്ന് 4 ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾ. ഈ 4 അനുഭവങ്ങളും ഒരുമിച്ച് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആധുനിക കാലഘട്ടത്തിൽ ഇൻഷുറൻസ് സെയിൽസിൽ നിങ്ങൾ ഈ 4ഉം ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു ചക്രവ്യൂഹത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഫോളോ അപ്പിലാണ് വലിയ കാര്യം കിടക്കുന്നത്, പുതിയ ആളെ കാണുമ്പോഴല്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. ഓരോ പുതിയ ആളെ കാണുമ്പോഴും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കിനി നഷ്ടമാവാൻ പാടില്ല. പണം നഷ്ടമാവരുത്. നമ്മളുടെ സമയത്തെ കൃത്യമായിട്ട് 2026 വിനിയോഗിക്കണം. നമ്മളുടെ പ്രയത്നത്തിന് കൃത്യമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാവണം.
നമ്മളുടെ എനർജി നോക്ക്. ബൈജു രാത്രി 8 മണിക്ക് നിന്നിട്ടാ ക്ലാസ് എടുക്കുന്നത് ഇല്ലേ? അപ്പൊ നിങ്ങൾ കുറെ പേര് പറഞ്ഞു ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, ഭയങ്കര ഗ്ലാമർ ആയിരിക്കണം എന്നുള്ളതൊക്കെ. സോ നമ്മൾ എന്ത് ചെയ്തോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എനർജി ഞാൻ എപ്പോഴും പറയുന്നാറുണ്ട്. നമ്മളൊരു ഇൻവിസിബിൾ പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളാണ്. നമ്മളുടെ കയ്യിൽ ആളുകളെ കാണിക്കാൻ പ്രോഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരാളെ കാണുന്ന സമയത്ത് എന്ത് എനർജിയാണോ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് അത് വൈകുന്നേരത്തെ അവസാനത്തെ ആളെ കാണുന്നത് വരെ ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പ്രോസ്പെക്ടിന്റെ മുമ്പിൽ എന്ത് എനർജറ്റിക് ആയിട്ടാണോ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന് 6ാമത്തെ തവണയാണ് അദ്ദേഹത്തെ കാണുമ്പോഴും ദ സെയിം ലെവൽ ഓഫ് എനർജി നമ്മൾ കീപ്പ് ചെയ്തോണം. ആ എനർജി ലെവൽ പോളിസി കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് വിട്ടുകളയരുത്. കാരണം ആ ഒരു സംഗതി നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദ പവർ ഓഫ് നോ അല്ലെ? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് എന്ത്? നോ നോ നോ, എനിക്ക് വേണ്ട, എനിക്ക് ഇൻഷുറൻസ് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഈ നോ 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 എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോ ഈ നോ എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും അതിന് പല വ്യാഖ്യാനങ്ങളാണ് നൽകുക. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ ഒരാളെ ചെന്ന് കാണുമ്പോൾ അയാൾ പോളിസി വേണ്ട എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ, ഞാൻ കാണുന്ന ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ പ്രോഡക്റ്റ് ഇഷ്ടമല്ല, എന്റെ കമ്പനി ഇഷ്ടമല്ല, എന്റെ സർവീസ് ഇഷ്ടമല്ല, എന്റെ പോളിസി ഇഷ്ടമല്ല. അങ്ങനെ പല വ്യാഖ്യാനങ്ങളാ എന്റെ മനസ്സിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെയായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന പ്രോസ്പെക്ട് നോ പറയുമ്പോൾ ഓരോ ഇൻഷുറൻസ് ഏജൻസിന്റെ മനസ്സിലും പിന്നെ കയറി വരുന്ന ചിന്തകൾ പല തരത്തിലായിരിക്കും. അത് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ധാരാളം പുതിയ ഏജൻസി പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും, വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും. പലർക്കും നോ കേൾക്കുമ്പോൾ പല ചിന്തകളാ വരിക. ഭൂരിഭാഗം ചിന്ത വരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, എന്റെ കമ്പനി ഇഷ്ടമല്ല, എന്റെ പ്രോഡക്റ്റ് ഇഷ്ടമല്ല. കാരണം ഏതൊരാളും ആദ്യം വാങ്ങുന്നത് വിൽക്കാൻ പോകുന്ന ആളെയാണ് അല്ലെ? പ്യൂപ്പിൾ ബൈ പ്യൂപ്പിൾ എന്നാ പറയാം. എന്താണ്? പ്യൂപ്പിൾ ബൈ പ്യൂപ്പിൾ. പിന്നെയാണ് കമ്പനി, പിന്നെയാണ് പ്രോഡക്റ്റ്. ആദ്യം ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് വാങ്ങാൻ പോകുന്ന ആളെ തന്നെയാണ്, അല്ലെങ്കിൽ വിൽക്കാൻ പോകുന്ന ആളെയാണ്. ഇപ്പൊ ഞാനാണ് ഇൻഷുറൻസ് ഏജന്റ് എങ്കിൽ എന്നെയാണ് ആദ്യം വാങ്ങുന്നത്. അപ്പൊ എന്നെ വാങ്ങത്തക്ക രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോണം. പിന്നെയാണ് കമ്പനി, പിന്നെയാണ് പ്രോഡക്റ്റ്. പക്ഷേ ആക്ച്വലി നോ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ, പ്രോസ്പെക്ട് നമ്മളോട് പറയുന്നത് ഐ ആം നോട്ട് റെഡി. ബൈജു ഇപ്പൊ വന്നു പറഞ്ഞ ആ സാധനം വാങ്ങാൻ ഞാൻ ഇപ്പൊ റെഡിയല്ല, പക്ഷെ ഭാവിയിൽ ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ആവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈജു വന്നു പറഞ്ഞ പ്രോഡക്റ്റ് എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇപ്പൊ എന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ അത് ആദ്യത്തെ 10-ൽ. എന്താണ്? ഇപ്പൊ എന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ അത് ആദ്യത്തെ സ്ഥലത്തില്ല. അപ്പൊ നോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? പരിപൂർണമായിട്ടും ഒരു വ്യക്തി വേണ്ട എന്നല്ല നമ്മളോട് പറയുന്നത്. കാരണം ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനുള്ള കുറെ കാരണങ്ങൾ ഇതാണ്. കാരണം അയാൾ ചിലപ്പോൾ അയാൾക്ക് വേണ്ടായിരിക്കും, അയാൾ എന്റെ നിന്ന് വാങ്ങില്ലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുക. പക്ഷെ ഒരു കസ്റ്റമർ നിങ്ങളോട് നോ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ ആം നോട്ട് റെഡി, ഇപ്പൊ റെഡിയല്ല. അപ്പൊ അതിനർത്ഥം എന്താ? നമ്മൾ വീണ്ടും 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 വീണ്ടും, കാരണം നമ്മുടെയൊക്കെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെന്ന് പറയുമ്പോൾ കസ്റ്റമർ എടുക്കണം എന്നാ. പക്ഷെ കസ്റ്റമറുടെ മൈൻഡിൽ മറിച്ച ചിന്ത, എനിക്ക് അനുകൂല സാഹചര്യം വരുമ്പോൾ ഞാൻ എടുക്കാന്നുള്ളതാണ് കസ്റ്റമർ ചിന്തിക്കുക. അതുകൊണ്ട് നിങ്ങളോട് ഒരാൾ നോ പറയുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ മൈൻഡ് സെറ്റ് വെക്കേണ്ടത്, കാരണം ഇൻഷുറൻസ് വിൽപ്പന എന്ന് പറയുന്നത് മനസ്സിന്റെ ബലമാണ്. ഇപ്പൊ ഞാൻ ഒരാളോട് ചെന്ന് പോളിസി ചോദിക്കുമ്പോൾ അയാൾ നോ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്, ആ വ്യക്തി എന്തോ കാരണം കൊണ്ട് ഇപ്പൊ പോളിസി എടുക്കാൻ റെഡിയല്ല. പക്ഷെ ഞാൻ 2, 3, 4, 5 തവണ അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ ഒരു പക്ഷെ ആ പോളിസി എനിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഐ ആം ഫിയേർഡ്. പണ്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പല കാര്യങ്ങളും തെറ്റായ രീതിയിൽ പറഞ്ഞ് പല ഇൻവെസ്റ്റ്മെന്റുകളും ഞാൻ നടത്തിയിട്ട് എനിക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്ന ബൈജുവിനെ എനിക്ക് വലിയ വിശ്വാസം പോരാ. കാരണം ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സംഗതി LIC ഒക്കെ തന്നെയാണ്, സംഗതി നല്ല പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ വിൽപ്പനക്കാരൻ തെറ്റായ എന്തെങ്കിലും ഇൻഫർമേഷൻസ് എന്നോട് പറഞ്ഞിട്ട് പണ്ട് ഞാൻ വീണ അതേ ചതിക്കുഴിയിൽ വീണ്ടും വീഴുമോ എന്നുള്ള ഒരു ഭയം, ഐ ആം ഫിയേർഡ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചെറിയ, ആ ഭയം മാറത്തക്ക രീതിയിൽ എനിക്ക്
മാറിക്കഴിയുകയാണെങ്കിൽ ഞാൻ പോളിസി എടുക്കുക എന്നുള്ള ഒരു ചിന്ത കസ്റ്റമറുടെ മനസ്സിലുണ്ടാവും. ദെൻ മൂന്നാമത്തെ കാര്യം എന്താ? ഐ ആം കൺഫ്യൂസ്ഡ്. ഇല്ലേ? ഐ ആം കൺഫ്യൂസ്ഡ്. എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കൺഫ്യൂഷൻ അയാൾക്ക്. നമ്മുടെ വേണോ, നമ്മുടെ എടുക്കണോ, അതോ വേറെ കമ്പനീന്റെ എടുക്കണോ? ഇല്ലേ? ഇതിപ്പോ ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് ഒരു 50 ലക്ഷം രൂപയുടെ ജീവൻ ശാന്തി പോളിസി ചെയ്തിട്ടുണ്ട്. ചെക്കൊക്കെ കസ്റ്റമർ കൊടുത്തു, പോളിസിയൊക്കെ ആയി. പക്ഷെ ഇടയ്ക്ക് വെച്ച് കസ്റ്റമർ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്രേ, ബൈജു HDFCയുടെ പ്ലാൻ എങ്ങനെയുണ്ട്? കൺഫ്യൂഷൻ വരാം. ഇതൊക്കെ ക്ലിയർ ആവുന്ന സമയത്താണ് കസ്റ്റമർ നമ്മുടെ ഒരു സാധനം വാങ്ങുക. പക്ഷെ ഇതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ആര് നിന്നു കൊടുക്കണം? ഹരിചന്ദ്രൻ സാറേ, നമ്മൾ നിന്നു കൊടുക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കസ്റ്റമർ നിങ്ങളോട് നോ പറഞ്ഞാൽ ഈ 3 കാര്യം അതിനകത്ത് ഉണ്ടാവും. അതിനർത്ഥം പോളിസി വേണ്ട, നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വേണ്ട എന്നല്ല. നിങ്ങൾ അയാളെ കൺവിൻസ് ചെയ്യുന്നത് വരെ ഐ ആം നോട്ട് റെഡി, ഇപ്പോ എടുക്കാൻ താല്പര്യമില്ല, ചെറിയ ഭയം, മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അയാളുടെ മനസ്സിൽ ഒരു ചെറിയ ഭയമുണ്ട്. ഐ ആം കൺഫ്യൂസ്ഡ്. മാർക്കറ്റിൽ ഇപ്പൊ ബൈജു ഇപ്പൊ കൊണ്ടുവന്ന് പറഞ്ഞ പ്രോഡക്റ്റിനേക്കാൾ വേറെ ഏതെങ്കിലും നല്ല സാധനം ഉണ്ടോ എന്നുള്ള ഒരു ചിന്തയിലും കസ്റ്റമർ നോ പറയാം. ഇവിടെയൊക്കെ പ്രോസ്പെക്റ്റിനോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ പോളിസി ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നോ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഫോളോ അപ്പിന് ശേഷം വിട്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കസ്റ്റമറുടെ മനസ്സിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. നേരെ മറിച്ച് സ്ഥിരമായിട്ട് നമ്മൾ നല്ല പ്രസന്റേഷൻ കൊടുത്തു, എന്തിനാണ് ആ പ്രോഡക്റ്റ് സാറിന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എന്നുള്ള എമറാൾഡ് കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കിക്കോണം? കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോളിസി എടുക്കുമെന്ന് മനസ്സിലാക്കിക്കോണം. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് കസ്റ്റമർ നോ പറഞ്ഞാൽ ഭൂരിഭാഗം ഏജൻസിന്റെ മൈൻഡ് സെറ്റ്. ഇത് കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് ആട്ടോ. എന്തുകൊണ്ട് നോ പറയുന്നു എന്നുള്ളത് കസ്റ്റമറുടെ റീസൺ ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്തൊക്കെയാണ്? ഐ ആം നോട്ട് റെഡി, ഐ ആം ഫിയർഡ്, ഐ ആം കൺഫ്യൂസ്ഡ്. ഇനി ഇത് കേൾക്കുമ്പോ ഏജന്റിന്റെ മൈൻഡ് സെറ്റ് എന്താണെന്നും കൂടെ അറിയണ്ടേ? ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? ഞാൻ അടക്കമുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇവിടെ നോക്കിക്കോളൂ. നോ വൺ ലൈക്ക് ടു ഹിയർ അബൌട്ട് നോ. എന്താണ്? നോ വൺ ലൈക്ക് ടു ഹിയർ അബൌട്ട് നോ. നോ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാ? ഹലോ, നോ വൺ ലൈക്ക് ടു ഹിയർ അബൌട്ട് നോ. ആർക്കും ഇഷ്ടമല്ല നോ എന്ന് കേൾക്കാൻ, ആർക്കും ഇഷ്ടമല്ല. കാരണം നമ്മൾ ചെന്ന് പറഞ്ഞ ഉടനെ കസ്റ്റമർ പോളിസി തരണം എന്നുള്ളതാണ് എല്ലാവരുടെയും താല്പര്യം. ഇല്ലേ? അങ്ങനെയല്ലേ? ഹലോ, അങ്ങനെയാണോ? അല്ലേ? എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത്, എസ് നോ ഒക്കെ ടൈപ്പ് ചെയ്ത്. ആരും നോ പറയരുത്. നമ്മൾ പറയുന്നവരൊക്കെ പോളിസി വാങ്ങണം. ഇനി റിജക്ഷൻ ഈസ് നോട്ട് പേഴ്സണൽ ഇൻ സെയിൽസ്. എന്താണ്? തിരസ്കരിക്കുക എന്നുള്ളത് വിൽപ്പനയിൽ ഒരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കരുത്. കാരണം ആളുകൾ തിരസ്കരിക്കുന്നത് നമ്മളെയല്ല, നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുത്ത ആശയത്തിന്റെ പുറത്ത് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ? ഒരു ഏജന്റിന്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? ഒന്ന്, നമുക്ക് നോ കേൾക്കാൻ ഇഷ്ടമില്ല. സംഗതിയൊക്കെ ശരി തന്നെ, നോ കേൾക്കാൻ നമ്മൾക്ക് ഇഷ്ടമില്ല. ദെൻ റിജക്ഷൻ ഈസ് നോട്ട് പേഴ്സണലൈസ് ഇൻ സെയിൽസ്. റിജക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പേഴ്സണൽ ആയിട്ട് എടുക്കാതിരിക്കുക, വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കുക. നമ്മൾ എന്താ മനസ്സിൽ വെക്കേണ്ടത്? ദേ ആർ നോട്ട് റിജക്ടിങ് യു. നമ്മളെ അല്ല കസ്റ്റമർ റിജക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊടുത്ത ആശയം, നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രോഡക്റ്റ്, ചിലപ്പോൾ നമ്മളുടെ ചില അയാളുടെ ജീവിത അനുഭവങ്ങൾ വെച്ചിട്ടുള്ള. അപ്പൊ എന്ത് ചെയ്തോണം? അവിടെ ആ ഒരു ഏജന്റിന്റെ മനസ്സിൽ വരുന്ന ആ ഒരു ഈഗോ ഉണ്ടല്ലോ. നോക്കൂ, ഇവിടെ ഞാനൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഒരു കാണുന്നില്ലേ നിങ്ങൾക്ക്? ഈ ഈനെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചിട്ട് ഗോ ചെയ്തോണം. നേരെ മറിച്ച് ഇതും കെട്ടിപ്പിടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി നമ്മൾ ഈനെ എന്ത് ചെയ്തോണം? തട്ടിക്കളഞ്ഞോണം. ആ ഈനെ തട്ടിത്തെറിപ്പിക്കാനാണ് നമുക്ക് എല്ലാവർക്കും പാട്. ഞാൻ രാവിലെ നേരത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിലേക്ക് പോലും പറഞ്ഞാക്കാതെ നേരത്തെ രാവിലെ വന്ന് കണ്ടിട്ട് അയാൾ എന്നോട് പോളിസി വേണ്ട പറഞ്ഞു. നാളെ ഞാന് നിന്നെ വന്ന് കണ്ടാലല്ലേ ഇനി പ്രശ്നം? അവിടെ നമ്മുടെ ഈഗോ വർക്കൗട്ടായി. ഒരു കാര്യവുമില്ല. കാരണം കസ്റ്റമർ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അയാൾക്ക് ഫിയർ ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? റിജക്ഷനെ ഒരിക്കലും പേഴ്സണൽ ആയിട്ട് എടുക്കാതിരിക്കുക. നോ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിലും അവർ നമ്മളെ അല്ല റിജക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ ആശയത്തെയാണെന്നുള്ള ഒരു ചിന്ത വെക്കുക. ആ ഈനെ തട്ടിക്കളഞ്ഞിട്ട് ഡിയർ ഫ്രണ്ട്സ് മുന്നോട്ട് പോവുക. അപ്പൊ എന്ത് ചെയ്തോണം? നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഗോ ഗോ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ.
ആ നോക്കട്ടെ, 500 ഗോ വരണം കേട്ടോ ഇപ്പോ. എന്തുകൊണ്ട് നിങ്ങൾ ഈഗോനെ തട്ടിത്തെറിപ്പിക്കണം എന്തുകൊണ്ട് നമ്മൾ ഈനെ തട്ടിത്തെറിപ്പിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ പണം ഇരിക്കുന്നത് ഫോളോ അപ്പിലാണ്. ദ ബിഗ് മണി ഈസ് ഇൻ യുവർ ഫോളോ അപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈനെ തട്ടിത്തെറിപ്പിച്ച് ഗോ ചെയ്യണമെന്ന് പറയണേ? ബിക്കോസ് ദ ബിഗ് മണി ഈസ് ഇൻ ഫോളോ അപ്പ്. ദ മണി ഈസ് ഇൻ ഫോളോ അപ്പ്. പുതിയ പുതിയ ആളുകളെ കാണുന്നതിലല്ല പൈസ ഇരിക്കുന്നത്, നിങ്ങൾ കണ്ട പ്രോസ്പെക്റ്റിനെ തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതിലാണ് പൈസ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തോണം? നമ്മള് ഈ നോ കേൾക്കാൻ എപ്പോഴും തയ്യാറായിട്ടിരുന്നോണം. അതിന് നമ്മൾ മെന്റലി തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ വേർഡ് പറഞ്ഞത് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സീനിയേഴ്സ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ നോ പറയുന്ന ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരാൾക്ക് നമ്മൾ രാവിലെ എണീച്ച് വീട്ടിൽ ചെന്നാൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടും, പണ്ടത്തെ കാലഘട്ടത്തിൽ ലഹരിചന്ദ്രൻ സാറെ പണ്ട് കാലത്ത് നമ്മൾ ഏജൻസി എടുത്ത കാലഘട്ടത്തിൽ നമ്മൾ ഒരാളെ വിളിച്ചു ചോദിച്ചിട്ടൊന്നും അല്ല പോവുക, നമ്മൾ നേരെ വീട്ടിൽ ചെല്ലുക ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ അയ്യോ ഇയാൾ ഇത്രയും ദൂരേന്ന് വന്നിട്ട് എങ്ങനെയാണ് പോളിസി വേണ്ടാന്ന് പറയുക എന്നുള്ള ചിന്തയൊക്കെ പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷന് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളർന്നപ്പോ അവർക്ക് നോ എന്ന് പറയാൻ ഒഴിവാക്കാൻ വലിയ കാരണമൊന്നും വേണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജുവിനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ പോരെ, ഞങ്ങൾ പോളിസി എടുക്കാൻ ഇപ്പൊ റെഡി അല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത. പണ്ട് അങ്ങനെയല്ല. കാരണം അവർ നമ്മൾ ഇത്രയും ദൂരമൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ആ കുട്ടി ഇത്രയും ദൂരം വന്നിട്ട് എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസിയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് ആളുകള് നോ പറയുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം? കട്ടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചോണം. എന്താണ് ഫോളോ അപ്പിന്റെ പ്രിൻസിപ്പിൾസിൽ? ഇപ്പൊ നമ്മൾ നോക്ക്, എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പോളിസി കിട്ടുന്നത്. പക്ഷെ ആർക്കെങ്കിലും ഫോളോ അപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കൂടെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഗോ എന്ന് പറയുന്നതിനോടൊപ്പം ഈ ഫ്രണ്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഈ പ്രിൻസിപ്പിൾസ് പറയാൻ പോണേ. ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വലിയ വലിയ പോളിസികളും വലിയ വലിയ നമ്പറും സെഞ്ചുറിയനും ഒക്കെ കിട്ടും. കാരണം കാണുന്ന പ്രോസ്പെക്ട്സ് ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കസ്റ്റമർ ആവും. അപ്പൊ പ്രോസ്പെക്റ്റിനെ കസ്റ്റമർ ആക്കുന്ന ആ വഴികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് പ്രോസ്പെക്റ്റിനെ കച്ചവടത്തിന് വേണ്ടി, വിൽപ്പനയ്ക്ക് വേണ്ടി പിന്തുടരുക എന്നുള്ളത്. പിന്തുടർച്ചയാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? കാരണം അങ്ങനെ ചെയ്താലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ദ ബിഗ് മണി ഈസ് ഇൻ യുവർ ഫോളോ അപ്പ്. അല്ലാതെ പുതിയ പുതിയ ആളുകൾ എത്ര പേരെ നമ്മൾ കാണും, പുതിയ 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 ആളുകളെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 10 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, ഇല്ലേ? നോക്കൂ, ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇത് നമ്മളുടെ വലത് കാലുകൊണ്ട് ജ്യോതി മേഡം തട്ടി അങ്ങ് തെറിപ്പിച്ചോണം. അപ്പൊ വി ക്യാൻ ഈസി ടു മൂവ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരും. നമ്മളുടെ പ്രോസ്പെക്ടിങ് ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം ആളുകൾ ഉണ്ടാവും. കാരണം പ്രോസ്പെക്ടിങ് ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുള്ളൂ. നോക്കൂ, നിങ്ങളുടെ പ്രോസ്പെക്ടിങ് ബാങ്ക് അക്കൗണ്ടിൽ ആളുകളേ ഇല്ല, നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ആളുകളില്ല, നിങ്ങൾ എന്നും പുതിയ ആളുകളെ തേടി തേടി നടക്കുന്ന ഒരാളാണെങ്കിൽ 1-ാം തീയതി കമ്മീഷൻ വരുമ്പോൾ അക്കൗണ്ടിൽ കാശ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഈഗോനെ മാറ്റിക്കോണം. കാരണം ആർക്കും നോ കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കൂടെ റിജക്ഷനെ പേഴ്സണലായിട്ട് എടുക്കരുത്. അവർ നമ്മളെ അല്ല റിജക്ട് ചെയ്യുന്നത്, നമ്മൾ അവരോട് പറഞ്ഞ ആശയത്തെ ആയിരിക്കും. അപ്പൊ അത് കൺവിൻസ് ആവുന്നത് വരെ നിങ്ങൾ മുന്നോട്ട് കുതിക്കുക എന്നുള്ളതാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോളോ അപ്പ്. ഏകദേശം 10ഓളം സംഗതികളുണ്ട്. ഈ 10 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തോണം? ഇനി ഞാൻ പറയാൻ പോകുന്ന 10 കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരു ജുജുബി കേസായിട്ട് മാറും. വളരെ സിമ്പിൾ മാറ്റർ ആയിട്ട് മാറണം. അപ്പൊ അത് എന്ത് വേണം? നോക്കാം നമുക്ക് എന്തൊക്കെയാണ്, അല്ലേ? ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രോസ്പെക്ട് ടിൽ ദേ ബൈ. അവരത് വാങ്ങുന്നത് വരെ അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മുന്നിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അവരെവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുമ്പോൾ തടസ്സപ്പെടുത്തി നമ്മൾ മുന്നിൽ തന്നെ നിൽക്കുക എന്നുള്ളതല്ല കേട്ടോ. അവരത് വാങ്ങിക്കുന്നത് വരെ
നമ്മൾ അവരുടെ റെറ്റിനയുടെ സർവേലൻസിൽ ഉണ്ടാവണം. പല പല രീതിയിൽ നമുക്കത് അങ്ങനെ മുന്നിൽ ഉണ്ടാവാം. അപ്പൊ പക്ഷെ അവരത് വാങ്ങിക്കുന്നത് വരെ നമ്മൾ ഉണ്ടാവണം. ഇനി ചിലപ്പോൾ നോക്കൂ, ഇപ്പൊ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പോളിസി പറയുന്നത് 3 കോടിയാണ്. പക്ഷെ അത് അതിനു മുമ്പ് ഞാൻ ഈ കസ്റ്റമർക്ക് 1 കോടിയുടെ ഒരു പ്രസന്റേഷൻ കൊടുത്ത് അത് പല പല കാരണങ്ങൾ കൊണ്ട് ചീറ്റിപ്പോയി 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ദ സെയിം കസ്റ്റമർ 3 കോടിയുടെ പോളിസി എടുക്കുന്നത്. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത് ആ ആദ്യത്തെ ചീറ്റിപ്പോയാലും അങ്ങേരുടെ കൂടെ തന്നെ കുറേ കാലം ഉണ്ടായിരുന്നു. പല പല കാര്യങ്ങൾക്കും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തോണം, ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രോസ്പെക്ട് ടിൽ ദേ ബൈ. അവര് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് വരെ അവരുടെ ചുറ്റുവട്ടത്തും അവരുടെ കൺവെട്ടത്തും അവരുടെ റെറ്റിനയിലും അവരുടെ ഫോക്കസ്ഡ് സർവേ ലെൻസിനകത്തൊക്കെ നമ്മൾ പല രീതിയിലൊക്കെ ഉണ്ടാവണം. ഓക്കെ, അതെങ്ങനെ പല രീതിയിൽ ഉണ്ടാവുക? അവർ വെച്ച സ്റ്റാറ്റസ് നമ്മൾ നോക്കുക, നമ്മൾ വെച്ച സ്റ്റാറ്റസ് അവർ നോക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അവർ കുറെ കാലം നമ്മൾ വെക്കുന്നപ്പോ നോക്കൂ, നമ്മൾ MDRTക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറെ ആളുകളെയൊക്കെ കാണും. പക്ഷെ MDRT എന്ന് പറയുന്നത് നമുക്ക് ആവണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുന്ന എല്ലാവരും നമുക്ക് പോളിസി തരില്ല. പക്ഷെ നമ്മൾ ചില അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ MDRT ആവുമ്പോൾ ഒക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കും. ഇനി ഒരാൾ നമ്മൾ വെച്ച സ്റ്റാറ്റസേ നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. വാട്സപ്പ് നമുക്കിപ്പോ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, എന്ത്? നമ്മൾ വെച്ച സ്റ്റാറ്റസ് അവരെ കാണിക്കത്തക്ക രീതിയിൽ നമുക്ക് ടാഗ് ചെയ്യാം, അല്ലേ? ഇത് അവരെ കാണിക്കത്തക്ക രീതിയിൽ നമുക്ക് ടാഗ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ സമയത്തും ഇത് ഫലപ്രദമാവില്ല. പക്ഷെ സാറേ, ഞാൻ അന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞ ആ MDRT എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനതായി എന്ന് പറയാൻ MDRTയുടെ ഡിക്ലറേഷന്റെ ആ ഒരു പിക്ചർ ഡിവിഷൻ ഓഫീസിൽ വന്നപ്പോ എനിക്ക് കുറച്ച് ആളുകളെ ടാഗ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് വെച്ചത്. അത് നമുക്ക് വെക്കാം, ആ വാട്സപ്പിൽ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാൻ വെക്കുന്ന സ്റ്റാറ്റസ് നിങ്ങൾ നോക്കണേ ഇല്ല എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള കുറെ ഓപ്ഷൻസ്. അപ്പൊ പല രീതിയിൽ നമുക്ക് അവരുടെ സർവേലൻസിൽ നിൽക്കാം. പഠനങ്ങളൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, an ആവറേജ് ഒരു കച്ചവടം നടക്കണമെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനെ കസ്റ്റമർ ആക്കണമെങ്കിൽ മിനിമം ഇന്നത്തെ കാലത്ത് 7 തവണയെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളതാ, ടച്ച് ചെയ്യണം എന്നാ പറയുന്നത്. 7 തവണയെങ്കിലും മിനിമം. അത് 5 to 7 എന്നൊക്കെ പറയുന്ന ഒരു പഠനം. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു വ്യക്തി നമ്മളൊരു ആശയം ചെന്ന് പറഞ്ഞു അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു പ്രോസ്പെക്റ്റിനെ നിങ്ങൾ കണ്ടു, നിങ്ങൾ പ്രസന്റേഷൻ കൊടുത്തു, ഉത്സവ് പറഞ്ഞു, ഉമങ് പറഞ്ഞു, എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞു. പക്ഷെ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തൊക്കെ പറയാൻ നമുക്ക് ഒറ്റ അവസരത്തിൽ നമുക്ക് ഇതെല്ലാം പറയാൻ പറ്റില്ല. അപ്പൊ പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ബൈജുവിന്റെ കയ്യിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും വാങ്ങണം എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ കാലത്ത് വരുന്നത്, പ്രത്യേകിച്ച് ഇൻഷുറൻസ് പോളിസികൾ പോലുള്ള ഒരു സാധനം, വേറെ എന്തെങ്കിലും മൊബൈൽ ഫോണോ മറ്റേത് പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഞാനിപ്പോ പറയുന്നത് ഒരു ഇൻഷുറൻസ് വിൽപ്പനക്കാരന്റെ പ്രിൻസിപ്പിൾ ആണ്. മിനിമം ഒരു 5ാമത്തെ തവണയെങ്കിലും നമ്മളോട് അവരെ ചെന്ന് കാണുമ്പോഴാണ് അവർക്ക്, ഇയാൾ എന്നെ വിടുന്നില്ലല്ലോ, ബൈജു എന്നെ വിടുന്നില്ലല്ലോ. കാരണം അത്രയ്ക്കും ട്രസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു കസ്റ്റമറെ നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളുടെ മേലെ വിശ്വാസം വരിക. 1ഓ 2ഓ തവണ നിങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അവർ ചിന്തിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ സീരിയസ് ആയിട്ടൊന്നും ബിസിനസ് ചെയ്യില്ല തോന്നുന്നു. ഏതോ ഒരു സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു. ഇന്ന് എന്റെ ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞു, ഇന്ന് അദ്ദേഹം എന്റെ കസ്റ്റമറാണ്, ഏകദേശം ഒരു 8 ലക്ഷത്തിനടുത്ത് പ്രീമിയം എന്റെ അടുത്ത് അടയ്ക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വേറൊരു സിറ്റിയിലാണ് താമസിക്കുന്നത്, പാലക്കാട് വന്ന് ബിസിനസിന് വേണ്ടി സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് പാലക്കാട് എനിക്കൊരു പുതിയ ഓഫീസൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഫർണിച്ചർ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, ബൈജു, എന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് എന്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന, അത്യാവശ്യം കറണ്ട് ബില്ലും ഒക്കെ അടച്ചു കൊടുക്കുന്ന ഒരു ഏജന്റ് ഉണ്ട്, ഭാര്യയും ഭർത്താവ് ഏജന്റാണ്. അപ്പൊ ഒരു പോളിസി ഞാൻ അവർക്ക് വേണ്ടി എടുക്കണം. അപ്പൊ ഏതാ എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സജഷനൊക്കെ നടത്തിയിട്ട് 6 മാസം കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചു, സാറേ, ആ പോളിസി നിങ്ങൾ ആ ഏജന്റിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടോന്ന്. അപ്പൊ അയാൾ പറയാ, അന്ന് പറഞ്ഞിട്ട് പോയതാണ്, പിന്നെ ഇന്ന് വരെ എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. എന്നാ വീട്ടിലുള്ള കറണ്ട് ബില്ലൊക്കെ ഇപ്പൊ മൂപ്പര് അടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞിട്ട് പോയതിനു ശേഷം ഇന്ന് വരെ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ആളുകൾ ഭയങ്കര ബിസിയാണ്. നമ്മൾ വിചാരിക്കും ഇൻഷുറൻസ്, നമ്മൾ കൊടുത്തൊരു പ്രസന്റേഷനും ഓൾ ഇൻ വൺ കാൽക്കുലേറ്റർ എടുത്തൊരു പ്രസന്റേഷനൊക്കെ അയച്ചു കൊടുത്ത് വാട്സപ്പിൽ നീല ടിക്ക് കണ്ട ഇങ്ങേര് നമ്മളെ വിളിച്ച് ഇപ്പൊ തന്നെ പോളിസി തരുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം ആളുകൾ ഭയങ്കര ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്തോണം, ഒരു 5ഓ 6ഓ 7ാമത്തെ തവണ, സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ഇറ്റ് ടേക്സ് ആൻ ആവറേജ് ഓഫ് 7 ടച്ചസ് ടു കൺവേർട്ട് എ പ്രോസ്പെക്ട് ഇൻ ടു കസ്റ്റമർ. മിനിമം 5ഓ അതിൽ കൂടുതലോ തവണ നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റിനെ
പല രീതിയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ആ പ്രോസ്പെക്ട് നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് മാറുക. അല്ലാതെ ഒന്നോ രണ്ടോ തവണ കണ്ടതിന് ശേഷം അയാൾ ഇനി വിളിച്ച് പോളിസി തരുമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വിൽക്കാൻ പോകുന്ന ഈ പോളിസി എന്ന് പറയുന്ന ആ ഒരു സംഗതി അയാളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാനൊരു സത്യം പറയട്ടെ സുഹൃത്തുക്കളെ, പല ആളുകളും ഇൻഷുറൻസിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ നമ്മളെ കാണുമ്പോഴാണ്. ആ ബൈജുല്ലേ, LIC അന്ന് പറഞ്ഞ പോളിസി പെൻഷൻ പ്ലാൻ എന്നൊക്കെ പറയുന്നത് എന്നെ കാണുമ്പോഴാണ് അവർ ഓർക്കുന്നത്. ഞാൻ അവരുടെ മുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റു പല വിൽപ്പനക്കാരും അവരുടെ മുന്നിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നമ്മളെ അവര് സ്ഥിരമായിട്ട് കാണത്തക്ക രീതിയിൽ നമ്മളുടെ വാട്സപ്പും ഫേസ്ബുക്കും വീഡിയോയും ഇൻസ്റ്റാഗ്രാമും എല്ലാ സാധനവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അല്ലാതെ നിങ്ങളെ നേരിൽ കാണുമ്പോൾ മാത്രമല്ല ഫോളോ അപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റാറ്റസിലൂടെ ഫോളോ അപ്പ് ചെയ്യാം, നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഫോളോ അപ്പ് ചെയ്യാം. പല ഫോളോ അപ്പ് മന്ത്രങ്ങളുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളുടെ വീഡിയോ ഇടാം, പല 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്തോണം? ഫോളോ അപ്പ് ചെയ്തോണം, അവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ. അപ്പൊ പഠനങ്ങൾ എന്താ പറയുന്നത് ഡിയർ ഫ്രണ്ട്സ്? 5 മുതൽ 7 വരെയുള്ള ഫോളോ അപ്പിലാണ് ഇന്ന് ഒരു പ്രോസ്പെക്ട് ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ കസ്റ്റമർ ആയിട്ട് മാറുന്നത്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഉൾക്കൊണ്ടേ പറ്റൂ. അല്ലാതെ ഒന്നോ രണ്ടോ തവണ ഫോളോ അപ്പ് ചെയ്തിട്ട് അത് ഈഗോ വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ പോക്കറ്റിൽ വലിയ പൈസ ഉണ്ടാവില്ല. ദിസ് മീൻ that you should be a persistent in your follow up effort. Persistent എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഫോളോ അപ്പ് എഫേർട്ടിൽ നമ്മൾ ഉറച്ചു നിന്നോണം, വിത്തൗട്ട് ബീയിങ് പുഷി ഓർ അഗ്രസീവ്. ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാനും പാടില്ല. ഞാൻ സാറേ 5ാമത്തെ തവണയായില്ലേ വരുന്നത്, എത്ര ദൂരം ഉണ്ടെന്നറിയോ? 10-15 കിലോമീറ്റർ പിന്നെ ബസ് കയറിയിട്ടാ നിങ്ങളെ കാണാൻ വരുന്നത്. ഓരോ തവണ വരുമ്പോഴും വേണ്ട വേണ്ട പറഞ്ഞാൽ എങ്ങനെയാ? എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തോണം? വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ സന്തോഷകരമായിട്ട്. ഇപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വലിയ പ്രീമിയം, ഇയർലി ഒരു 10 lakhന് മേലെ ഒരു പെൻഷൻ പ്ലാനിൽ എൻ്റെ ഒരു കസ്റ്റമറെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. കുറച്ച് ഏജ്ഡാ, സീനിയർ സിറ്റിസൺ ഒക്കെയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറെ തവണ ഫോളോ അപ്പ് ചെയ്തിട്ടാ ഏകദേശം ഓക്കെ ആയത്, ബൈജു ഒന്നും കൂടെ പ്ലാൻ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ 62 വയസ്സായില്ലേ, ഇപ്പൊ പെൻഷൻ കിട്ടേണ്ട സമയമാണ്, ഇനി എന്താ പ്ലാൻ ചെയ്യണേ? ഇപ്പൊ എന്റെ മുന്നിൽ ഇരുന്ന് പ്ലാൻ ചെയ്താലേ ഇത് നടക്കുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, ഇനി അധികം ഒന്നും പ്ലാൻ ചെയ്യേണ്ട, ആ ചെക്ക് എഴുതി കൊടുത്തേക്കുന്നു. പക്ഷെ ഈ പറച്ചിലിനിടയിൽ ഞാനൊരു 10 പ്രാവശ്യം അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടാവും. ഓ സാറേ, ഹലോ സാറേ, ഞാൻ കഴിഞ്ഞ വർഷം MDRT ആയിട്ടോ, അത്യാവശ്യം എല്ലാത്തിനും സമ്മാനമൊക്കെ കിട്ടുമല്ലോ, ട്രോഫികൾ അതും ഇതൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കും. ഇനി അവന്മാർ നോക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റാറ്റസ് കാണത്തക്ക രീതിയിൽ ടാഗ് ചെയ്യും. അപ്പൊ അവരിലേക്ക് വരും, ആ സ്റ്റാറ്റസ് ടാഗിടുന്ന കാര്യം വാട്സപ്പിലുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്തേക്ക്, നമ്മൾ ഈഗോ ഒന്നും വിചാരിക്കണ്ട, തെറിയൊന്നും വിളിക്കാൻ പോലെ മാക്സിമം ഇവരെന്ത് ചെയ്യും? നമ്മൾ ബ്ലോക്ക് ചെയ്യും, ഇല്ലേ? അതിനും വാട്സപ്പ് പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രോസ്പെക്ട് ടിൽ ദേ ബൈ. നമ്മളൊരു നല്ല പ്രോഡക്റ്റ് ആണ്, അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഞാൻ എൻ്റെ പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഉറപ്പായിട്ടും പറയണു, നമ്മുടെ അജിത്തേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ വാങ്ങുന്നത് വരെ പിന്നാലെ നടന്നു, നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് വരെ നമ്മൾ അവരുടെ കൂടെ പല രീതിയിൽ ഉണ്ടാവണം, ഫോളോ അപ്പ് സിസ്റ്റം ഒക്കെ ആയിട്ട്. അപ്പോ എത്രാമത്തെ തവണയാണ് ഒരു കസ്റ്റമർ, എത്ര തവണ ടച്ച് ചെയ്താലാണ് ഒരു പ്രോസ്പെക്ട് കസ്റ്റമർ ആയിട്ട് മാറുക? മിനിമം 5. അതിന് മുന്നൊക്കെ നോക്കൂ, നിങ്ങൾ ഫസ്റ്റ് ടൈം പോയ ഉടനെ തന്നെ നിങ്ങൾക്ക് ചെക്ക് കിട്ടിയെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ വലിയ പോളിസിയൊക്കെ നമ്മുടെ രമേശൻ സാറൊക്കെ പറയുന്നത് പോലെ വലിയ പോളിസി 10 ലക്ഷം 5 ലക്ഷം ഒക്കെ പ്രീമിയം കളക്ട് ചെയ്യുമ്പോൾ 1 കോടി നോൺ സിംഗിൾ പ്രീമിയം ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ഫോളോ അപ്പ് എന്ന് പറയുന്ന വലിയ വലിയ സംഗതികൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്തോണം? പെർസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് എഫേർട്ട് എടുത്തോണം, വിത്തൗട്ട് ബീങ് എ പുഷി ഓർ അഗ്രസീവ്. ഭയങ്കര അഗ്രസീവ് ആയിട്ടൊന്നും കസ്റ്റമർ എടുത്ത് നിൽക്കണ്ട, കാരണം അഗ്രസീവ് ആയിട്ട് നിന്നാൽ ഒന്നും നടക്കില്ല. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് കൊന്നുകൊണ്ടായാലും ആ കച്ചവടം എനിക്ക് കിട്ടണം, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായി, അവരുടെ ലൈഫിൽ അവർക്ക് വലിയ സന്തോഷം നൽകുന്ന എന്തോ കൊണ്ടുവന്ന് തരാനുള്ള ഒരാളാണെന്നുള്ള ഒരു ഫീലിങ്സ് പ്രോസ്പെക്റ്റിന്റെ മുമ്പിൽ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ട്, ആർക്കാ ഇന്നത്തെ കാലത്ത് പെൻഷൻ പ്ലാൻ വേണ്ടാത്ത, ആർക്കാ ഇന്നത്തെ കാലത്ത് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നില്ലാത്ത, ആർക്കാ ഇന്നത്തെ കാലത്ത് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്ത, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ
പിന്നാലെ കൂടിയാൽ മതി. അപ്പൊ അവരുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളായിട്ട് മാറുമ്പോൾ നമ്മൾ ഒരു നല്ല സെയിൽസ്മാൻ ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. എന്താണ്? ആദ്യത്തെ എന്തായിരുന്നു? കസ്റ്റമർ വാങ്ങുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാവണം. പക്ഷെ നമുക്കൊരു ഡെഡിക്കേഷനും വേണം അല്ലെ? എന്താണ് നമ്മൾ ഇനി ആദ്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, റിമെമ്പർ ദാറ്റ് റിജക്ഷൻ ഈസ് എ നോർമൽ പാർട്ട് ഓഫ് ദ സെയിൽസ് പ്രോസസ്. നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കണം, റിജക്ഷൻ ഈസ് ദ നോർമൽ പാർട്ട് ഓഫ് സെയിൽസ് പ്രോസസ്. ഇപ്പൊ ഞാൻ ഏതൊരു പോളിസി കസ്റ്റമറോട് ചെന്ന് പറയാൻ ശ്രമിച്ചാലും എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും, ബൈജു നീ കാണാൻ പോകുന്ന ആള് മിനിമം 5 തവണയെങ്കിലും നിന്നോട് നോ പറയും. ഇത് ഞാൻ അങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കില്ലേ, ഇന്ന പ്ലാറ്റ്ഫോമിൽ ഇന്നത് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ, ഈ അടുത്ത കാലത്ത് ഞങ്ങൾ മാവേലിക്കര നിൽക്കുമ്പോൾ ഹരി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാറേ ഇത് അവിടെ ഇരുന്ന് രാത്രി 12 മണിക്ക് ഒരാൾ പറയുകയാണോ എന്ന്. അങ്ങനെയല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം പറഞ്ഞോളും. അപ്പൊ നമ്മളെ ഒരാൾ റിജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിച്ചോണം? ഇത് ഞാൻ ചെയ്യുന്ന തൊഴിലിന്റെ പാർട്ടാണെന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ വേണം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ആ ജോലിയോട് ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രോസ്പെക്ട് 1-2 തവണ നിങ്ങൾ റിജക്ട് ചെയ്താൽ നിങ്ങൾ പിൻവാങ്ങിക്കൊണ്ട് പുതിയ ആളുകളെ കാണുന്നുവെങ്കിൽ ഞാൻ പറയും, യു ആർ നോട്ട് ഡെഡിക്കേറ്റഡ് ഇൻ യുവർ ജോബ്. ആരൊക്കെയോ തള്ളിക്കൊണ്ട് ഇല്ലേ, ആരൊക്കെയോ തള്ളി ഉന്തിക്കൊണ്ട് നടക്കുകയാണെന്ന് ഞാൻ പറയും. ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനകത്ത് നിൽക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്തോണം? റിജക്ഷൻ ഒരു നോർമൽ പാർട്ടാണ് ചിന്തിക്കണം. ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ് ഇഫ് എ പ്രോസ്പെക്ട് ഡസ് നോട്ട് റെസ്പോണ്ട് യുവർ ഫോളോ അപ്പ് എഫേർട്സ്. ഇനി നോക്കൂ, നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റിന് പ്രസന്റേഷൻ ഒക്കെ കൊടുത്തു, 3-4 തവണ ചെന്ന് കണ്ടു, വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കണു, കോള് വിളിച്ചാൽ എടുക്കുന്നില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മളുടെ ഫോളോ അപ്പ് എഫേർട്ട് പിന്നെ മോശമായി പോയി എന്നുള്ള ചിന്ത. നിങ്ങൾ ഡിസ്കറേജ് ഇഫ് എ പ്രോസ്പെക്ട്. ഒരിക്കലും നമ്മൾ ഡിസ്കറേജ് ആവരുത്. നമ്മളുടെ ആത്മവിശ്വാസം, നമ്മളുടെ എന്തൂസിയാസം ഒന്നും ചോർന്നു പോകരുത്. ചിലപ്പോൾ ആ കസ്റ്റമറുടെ അന്നത്തെ എന്തെങ്കിലും സാഹചര്യമായിരിക്കും. ഞാനൊരു ദിവസം പിന്നെന്താ പറയാ, ഒരാളെ മെഡിക്കലൊക്കെ ഇട്ട് അയാളെ മെഡിക്കലിന് വരാന്നൊക്കെ പറഞ്ഞ് അറ്റൻഡ് ചെയ്ത്, രാവിലെ സാധാരണ മെഡിക്കലിന് പോകുമ്പോൾ ഞാനും കൂടെ പോകും. അന്ന് ഞാൻ മെഡിക്കലിന് 8 മണിക്ക് അവിടെ എത്തിയിട്ട് ഈ കസ്റ്റമർ ഫോണും വിളിച്ചിട്ട് എടുക്കണില്ല. ഇയാൾക്ക് പിന്നെന്താ തലേദിവസം രാത്രിയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്താണ്. പിന്നെ ഒരു ഇതില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ പോളിസി പോയിന്ന്. പിന്നെ എനിക്ക് അയാളുടെ മെസ്സേജ് വരുന്നത് അന്ന് രാത്രി 8-9 മണിക്കാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലേദിവസം രാത്രി ഞാനുമായിട്ട് സംസാരിച്ചിരുന്ന അയാളുടെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയിൽ അയാൾ എവിടേക്കോ ട്രാവൽ ചെയ്ത് പോകുമ്പോഴാണ് അയാൾ ഇറങ്ങിപ്പോയിട്ട് അയാളുടെ വണ്ടി എടുത്ത് പോയിട്ട് ഫോൺ ആ വണ്ടിയിൽ വെച്ചു. സൈലന്റ് മോഡിലുമായിരുന്നു. ഫ്രണ്ടും അറിഞ്ഞില്ല, ഇയാൾക്ക് ഓർമ്മയില്ല. പിറ്റേ ദിവസം വീട്ടിൽ പോയിട്ട് രാവിലെ നോക്കുമ്പോൾ, വീടെത്തി കുറച്ചു നേരം ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോൾ ഈ ഫോൺ കയ്യിലില്ല എന്ന് അറിയുന്നത്. പിന്നെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ഫ്രണ്ട് ഈ വണ്ടിയും കൊണ്ട് വേറെ എവിടേക്കോ പോയി. അയാളുടെ ഒരു ബിസിനസ് പർപ്പസുമായിട്ട് കോയമ്പത്തൂർക്ക് എവിടേക്കോ പോയി. അങ്ങനെ ആ ഫോൺ പിന്നെ അന്ന് രാത്രിയൊക്കെ കിട്ടിയിട്ടാ, അയ്യോ ബൈജു ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എനിക്ക് വരാൻ പറ്റിയില്ല, പറഞ്ഞ സ്ഥലമൊക്കെ എവിടെയാണെന്നൊക്കെ എല്ലാം ഫോണിൽ വാട്സപ്പിലാണല്ലോ. അപ്പോഴേക്കും ഞാൻ കുറെ കഥകളൊക്കെ മെനഞ്ഞുകൂട്ടി ഡിസ്കറേജ് ആയി. ഈ ചങ്ങാതി മെഡിക്കലിന് വരാണ്ട് ഇനി വരാണ്ട് എന്നെ പറ്റിച്ചിട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെ ചിന്ത വന്നു. പക്ഷെ സാഹചര്യം എന്തായിരുന്നു? അപ്പോ റെസ്പോണ്ട് യുവർ ഫോളോ അപ്പ് എഫേർട്ട്. ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പ്രോസ്പെക്ട് നിങ്ങളുടെ ഫോളോ അപ്പ് എഫേർട്ടിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്കറേജ് ആവരുത്. ഡെഡിക്കേഷൻ ഉള്ള ഒരു ഏജന്റ്, കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഏജന്റ് എന്താവില്ല? ഡിസ്കറേജ് ആവില്ല. അപ്പൊ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? നിങ്ങൾ ഡിസ്കറേജ് ആവരുത്. കീപ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ പ്രോസ്പെക്ട്. കീപ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് കണ്ടിന്യൂ ടു ഫോക്കസ് ഓൺ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ പ്രോസ്പെക്ട്. എന്തോ ഒരു സാഹചര്യം കൊണ്ട് അയാൾക്ക് അന്ന് പോളിസി തരാൻ പറ്റിയില്ല. പക്ഷെ പോളിസി തരാത്തത് കൊണ്ട് അയാൾ ഒരിക്കലും ശത്രു ആവാനും പാടില്ല. നമ്മളൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും കസ്റ്റമറുമായിട്ട് വെക്കുക. നമ്മളുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ നോക്കൂ, നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഒരു പ്രോസ്പെക്റ്റിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരില്ല. കാരണം നമ്മൾ എപ്പോഴും ഇതിനകത്ത് സക്സസ് ഉണ്ടാക്കുന്നു എന്ന് ആ പ്രോസ്പെക്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നന്നായിട്ട് എല്ലാ വർഷവും MDRT ആവുന്നു, എല്ലാ സമയത്തും നിങ്ങൾ ട്രിപ്പ് പോണു, കൂർഗിലേക്ക് പോണു, യൂറോപ്പിലേക്ക് പോണു, നിങ്ങൾ പോണ്ടിച്ചേരിക്ക് പോണു, നിങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ മധുരയ്ക്ക് പോണു, MDRTയുടെ ട്രോഫി വാങ്ങാൻ ചെന്നൈക്ക് പോണു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മളുടെ പ്രോസ്പെക്ട്സിനെ അറിയിച്ചോണം. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ,
അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പ്രോസ്പെക്റ്റിന്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തോണം, നമ്മളുടെ ഈച്ച് ആൻഡ് എവറി സക്സസ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്തോണം, നമ്മളുടെ പ്രോസ്പെക്റ്റിനെയും കസ്റ്റമേഴ്സിനെയും അറിയിച്ചുകൊണ്ടേയിരിക്കണം. സക്സസ് ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തോണം, ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അതാണ്. ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിമെമ്പർ ദ റിജക്ഷൻ ഈസ് നോട്ട് എ നോർമൽ പാർട്ട് ഓഫ് ദ സെയിൽസ്. നമ്മുടെ സെയിൽസിലെ നോർമൽ പാർട്ടാണെന്ന് ചിന്തിക്കുക. ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ്. അഥവാ ഒരു പ്രോസ്പെക്ട് നമ്മളുടെ ഫോളോ അപ്പ് എഫേർട്ടിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഡിസ്കറേജ് ആവരുത്. കീപ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ്. അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ വെക്കും. സാർ കുഴപ്പമില്ല, സാറിന് എന്തോ സാഹചര്യം കൊണ്ട് ഇപ്പൊ പോളിസിയിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഉറപ്പായിട്ടും സാറിന് അന്നത്തെ നമ്മളുടെ ഡിസ്കഷനകത്ത് ഒരു പെൻഷൻ പ്ലാൻ ആവശ്യമാണെന്ന് സാർ എന്നോട് പറഞ്ഞിരുന്നു. കുട്ടിയാണെങ്കിൽ ചെറുതാണ്, അവരെ പഠിപ്പിക്കാൻ ഒരു കാശ് വേണം. എവിടെയൊക്കെ സാറിന് ഞാൻ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ആവശ്യമുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എന്തോ കാരണം കൊണ്ട് സാറിന് എടുക്കാൻ പറ്റില്ല. പ്രോബ്ലം ഒന്നുമില്ല സാർ. ഇതാ ഞാൻ ഇന്ന് ഒരു 50 ലക്ഷം രൂപയുടെ ഉത്സവം എന്ന് പറയുന്ന പോളിസി ചെയ്തു. ഒരു കസ്റ്റമർ എൻ്റെ നിന്ന് 4.25 ലക്ഷം പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു. പുതിയ 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 പോളിസികളൊക്കെ വിൽക്കുമ്പോഴും നിങ്ങൾക്ക് കപ്പ് കിട്ടുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്തോണം, ഈ പ്രോസ്പെക്ട്സിനെ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഇത് നമ്മളുടെ ഫോളോ അപ്പ് എഫേർട്ടിനെ ഭയങ്കരമായിട്ട് കുറയ്ക്കും. ദിസ് ഈസ് ദ സെക്കൻഡ് തിയറി, സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇതാണ്. ഇനി മൂന്നാമത്തെ എന്താ, ഇൻഷുറൻസ് ഈസ് എ ബിസിനസ് ഓഫ് നോ. ഇൻഷുറൻസ് ഈസ് എ ബിസിനസ് ഓഫ് നോ. ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്നത് നോയുടെ ബിസിനസ് ആണ്, എസിന്റെ അല്ല. അപ്പോ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാന്നുകൊണ്ടിരിക്കുന്നത്. വൺ സിംഗിൾ ഫാക്ടർ വിച്ച് മേക്സ് എവറി സക്സസ്ഫുൾ അഡ്വൈസർ ഇൻ ഹിസ് എബിലിറ്റി ടു ഫേസ് റിജക്ഷൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഷുറൻസ് അഡ്വൈസറും ദിനം പ്രതി ഇത് കേട്ടിട്ടാണ്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ നല്ല സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ട്, സക്സസ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പുതിയ ഏജൻസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിലോ നിങ്ങൾക്കറിയാവുന്ന ഇൻഷുറൻസ് ഫീൽഡ് സക്സസ് ആയിട്ട് ഒരാൾ നിൽക്കുന്നു എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ദിനം പ്രതി ധാരാളം നോ കേട്ടിട്ടാണ് ഇപ്പൊ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത മതി. കാരണം ഇവിടെ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ പോലെ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ സക്സസ് ആയിട്ട് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് നിൽക്കുന്നോ അവരൊക്കെ ദിനം പ്രതി ധാരാളം നോ കേട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞാനിപ്പോ ഈ നോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. എസ് കൊണ്ടാണ് ഈ നോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എസ് എന്നാ കാണുക. പക്ഷെ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോ എന്നാ ഉണ്ടാവുക. പക്ഷെ ഇത് കംപ്ലീറ്റ് എസ് വെച്ചാ നോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തോണം, എസ് കിട്ടുന്നത് വരെ നിങ്ങൾ ആ കസ്റ്റമറുടെ കൂടെ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ആഫ്റ്റർ ദ എസ് വി ഷുഡ് ഇൻ ഫാറ്റ് കളക്ട് ആസ് മെനി നോസ്. എസ് കിട്ടുന്നത് വരെ നിങ്ങൾ ആ കസ്റ്റമറുടെ മുന്നിൽ നടന്നോണം, ഇല്ലേ? ആൾ പ്രോസ്പെക്ട്സ് വിൽ നോട്ട് ബൈ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രോസ്പെക്റ്റും നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങണം എന്നില്ല. ഇപ്പൊ നോക്കൂ, ഞാൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറെ കാലമായി. ഇപ്പോഴും പണ്ട് ഞാൻ പ്രസന്റേഷൻ കൊടുത്ത പ്രോസ്പെക്ട്സ് ഇപ്പോഴും പ്രോസ്പെക്ട് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, എല്ലാ ആളുകളും നമ്മളുടെ കയ്യിൽ നിന്ന് പോളിസി വാങ്ങില്ല. വി ഹാവ് ടു മീറ്റ് ഹൺഡ്രഡ്സ് ഓഫ് പ്രോസ്പെക്ട്സ് ഇഫ് വി ഹാവ് ടു വെരി ഗുഡ് സെയിൽസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം, നമ്മളുടെ പ്രോസ്പെക്ടിങ് ലിസ്റ്റിൽ നിറയെ ആളുകൾ ഉണ്ടായിരിക്കും. നിറയെ ആളുകൾ നമ്മളുടെ പ്രോസ്പെക്ടിങ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇപ്പൊ എല്ലാവരും പറയാം, ഒരു 10 പേരെ നിങ്ങൾ കാണുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരാളെ കിട്ടുന്ന പറയാം. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ല സ്കില്ലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾ നല്ല ട്രെയിനിങ് പ്രോഗ്രാമിന് പോകണു, അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നല്ല സ്കില്ല് ഉണ്ടാക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 പേരെ കാണുമ്പോൾ ഒരാളെ കിട്ടും. ഇപ്പൊ എനിക്കൊക്കെ ഞാൻ ഒരു 2 പേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു പോളിസി എടുക്കും. പക്ഷെ പണ്ട് ഞാൻ 15 പേരെ കണ്ടാലും ഒറ്റാളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്റെ ഡയലോഗൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നപ്പോ എന്ത് സംഭവിച്ചു, ഞാന് 10 പേരെ കാണുമ്പോൾ ഒരാളായി, 7 പേരെ കാണുമ്പോൾ ഒരാളായി, 5 പേരെ കാണുമ്പോൾ ഒരാളായി, 3 പേരെ കാണുമ്പോൾ ഒരാളായി, 2 പേരെ കാണുമ്പോൾ ഒരാളായി. ഇപ്പൊ ചിലപ്പോൾ ഒരാളെ കണ്ടാൽ ഒരു പോളിസി കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ട് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇൻഷുറൻസ് ഈസ് എ ബിസിനസ് ഓഫ് നോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോ സിംഗിൾ ഫാക്ടർ എന്താ, വെരി സക്സസ്ഫുൾ അഡ്വൈസർ ഇൻ ഹിസ് എബിലിറ്റി ടു ഫേസ് റിജക്ഷനെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുക. അതുപോലെ തന്നെ ധാരാളം എസ് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന എസിനേക്കാൾ നോ ആയിരിക്കും കൂടുതൽ. അപ്പോ ഈ ഒരു മൈൻഡ് ഗെയിമിൽ വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. വി ആർ നോട്ട് പെയ്ഡ് കമ്മീഷൻ. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർത്തു വെച്ചോണം, ഈ ഒരു പ്രിൻസിപ്പിൾ. വി ആർ നോട്ട് പെയ്ഡ് കമ്മീഷൻ ബട്ട് വിസിറ്റിംഗ് ഫീസ്.
വിസിറ്റിംഗ് ഫീസാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ആളുകൾ ഇപ്പൊ നോക്കൂ, ഞാന് 3 കോടിയുടെ ഉമങ് എന്ന് പറയുന്ന പോളിസി ചേർത്ത് 24 ലക്ഷം രൂപ പ്രീമിയം കസ്റ്റമറുടെ നിന്ന് വാങ്ങി. പക്ഷെ അതിനിടയിൽ ഞാൻ കുറേ തവണ അദ്ദേഹത്തിന് ചെന്ന് കണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ കമ്മീഷൻ എന്ന് പറയുന്നത്, എനിക്കിപ്പോ നോക്കൂ, ഞാൻ ഒരാളെ ചെന്ന് കണ്ടു, ഒരു പോളിസി ഞാൻ വിറ്റു, എനിക്ക് 70,000 രൂപ കമ്മീഷൻ കിട്ടി എന്ന് വിചാരിക്കാം. ഞാനൊരു പോളിസി വിറ്റു, ഐ ഗോട്ട് 70,000 റുപ്പീസ് കമ്മീഷൻ ഫോർ ദാറ്റ് പോളിസി. ഞാൻ പോയത് 5 തവണയാണ് ഈ കസ്റ്റമറെ കാണാൻ. അപ്പൊ നമ്മൾ എന്ത് ചിന്തിച്ചോണം? ഈ 70,000 രൂപയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തോണം. എന്താണ് ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വിസിറ്റിംഗ് ഫീസാ കിട്ടുന്നത്, കമ്മീഷൻ എന്നുള്ളതിലേക്ക് നിങ്ങളുടെ മൈൻഡ് പോണ്ട. നിങ്ങൾക്ക് വിസിറ്റിംഗ് ഫീസാ കിട്ടുന്നതെന്ന് വിചാരിക്കും. 70,000 രൂപ കമ്മീഷൻ, ഞാൻ ആ കസ്റ്റമറിനെ കാണാൻ വേണ്ടി 5 തവണ ഫോളോ അപ്പ് ചെയ്ത് പോയി, എനിക്ക് 70,000 രൂപ കിട്ടിയെങ്കിൽ എന്റെ ഒരു സമയത്ത് വിസിറ്റിങ്ങിനുള്ള ഫീസ് എത്രയാ കിട്ടിയേ? 14,000 രൂപ. ഇനി ഞാൻ 2 തവണ കണ്ടിട്ടാണ് എനിക്ക് 70,000 രൂപ കമ്മീഷൻ കിട്ടിയെങ്കിൽ എന്റെ ഒരു വിസിറ്റിംഗ് ഫീസ് എത്രയാ? 35,000 രൂപ. നമ്മൾ പറയില്ലേ, ആ ഡോക്ടറുടെ വിസിറ്റിംഗ് ഫീസ് എത്രയാണ്, ആ വക്കീലിന്റെ പിന്നെ ഫീസ് ഇത്രയാണെന്നൊക്കെ പറയുന്ന, അയാൾ കോടതിയിൽ എത്ര ഹാജരാകുന്നു. അതുപോലെ നമ്മൾ ഓരോ തവണ കസ്റ്റമറെ കാണുമ്പോഴും നമുക്ക് ആ സെയിൽസ് ക്ലോസ് ആയിട്ട് കിട്ടുന്നതിന്റെ നമ്മൾ അതിന് വിസിറ്റിംഗ് ഫീസ് ആയിട്ട് കണക്കാക്കിക്കോണം. മൈൻഡ് സെറ്റ് അങ്ങനെ വരണം. ഗീതാകുമാരി ഇവിടെ എങ്ങനെ വരണം? വിസിറ്റിംഗ് ഫീസാ നമുക്ക് കിട്ടുന്നു എന്നുള്ളൊരു ചിന്ത വന്നാൽ നമ്മൾ ഓരോ തവണയും പ്രോസ്പെക്റ്റിനെ വിസിറ്റ് ചെയ്യാൻ മെന്റലി തയ്യാറാവും. നേരെ മറിച്ച് നമ്മൾ കമ്മീഷനിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് പോയാൽ എന്താവും? അയ്യോ, അത് അത്രയല്ലേ കമ്മീഷൻ, അങ്ങനെ ചിന്തിക്കേണ്ട. അപ്പൊ വിസിറ്റിംഗ് ഫീസ് ആണെന്നുള്ളൊരു ചിന്ത നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇറ്റ് ഈസ് ബിക്കോസ് കമ്പനി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടു ഗെറ്റ് വൺ സെയിൽസ് വൺ ഹാസ് ടു മീറ്റ്. ഒരു പ്രോസ്പെക്ട്, നമ്മുടെ കമ്പനിക്ക് അറിയാം, ഒരു പ്രോസ്പെക്ടിനെ പുതിയൊരു ബിസിനസ് ചേർക്കാൻ 7, 8, 10 തവണ വരെ നമ്മൾ കാണേണ്ടി വരും, ഇല്ലേ? 7 തവണ തൊട്ട് 10 തവണ വരെ നമ്മൾ കാണേണ്ടി വരും. ദം പ്രസന്റേഷൻ ആഫ്റ്റർ വിച്ച് ദേ പ്രോക്രാസ്റ്റിനേറ്റ് ആൻഡ് മോസ്റ്റ് ഡോണ്ട് ബൈ. ചിലർ നീട്ടിവെക്കും, ചിലർ വാങ്ങില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? ഒരു 10 പേരെ കാണുന്നു, അതിൽ ഒരാളെ 5 തവണ കണ്ടതിന് ശേഷം നമുക്ക് ഒരു 10,000, 70,000, 1 ലക്ഷം കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ ആ ആഴ്ച നമ്മൾ ചിലപ്പോൾ 10, 20, 25, 30 വിസിറ്റിംഗ് പല ആളുകളിലായിട്ട് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ 1 ലക്ഷത്തിന് 30,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 ലക്ഷത്തിന് നിങ്ങൾ 30 ആളുകളെ കണ്ടു, അതായത് ഒരു 6 ആളെ 30 തവണ ഒരാഴ്ച കണ്ടു എന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം രൂപയെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ, അപ്പോഴും നിങ്ങൾക്ക് ഒരു വിസിറ്റിങ്ങിന് 3,000 രൂപ ഫീസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇത് ചിലപ്പോ എല്ലാവരിൽ നിന്നും ആയിരിക്കില്ല കിട്ടുക. ഏതെങ്കിലും ഒരാൾ പോളിസി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നീട്ടി വെച്ചിട്ടുണ്ടാവും, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോ അവര് വാങ്ങാൻ തയ്യാറില്ലാത്ത ആൾക്കാരുമായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തോണം? ദ ഷോ മസ്റ്റ് ബി ഗോൺ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദിലീപിന്റെ പടത്തിൽ പറയുന്നില്ലേ, മറ്റേ ആ സർക്കസ് നടത്തുന്ന ആള് പറയുന്ന പോലെ, ആരെന്തോ പറഞ്ഞോട്ടെ, പക്ഷേ ദ ഷോ മസ്റ്റ് ബി ഗോൺ എന്ന് പറഞ്ഞ പോലെ വി ആർ നോട്ട് പെയ്ഡ് കമ്മീഷൻ. നമുക്ക് എന്താ കിട്ടുന്നത്? ബട്ട് വിസിറ്റിംഗ് ഫീസ്. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര തവണ പ്രോസ്പെക്റ്റിനെ കാണാൻ തയ്യാറാവുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? വിസിറ്റിംഗ് ഫീസ് കിട്ടും. അതായത് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു 5, 6 പേരെ നിങ്ങൾ പ്രോസ്പെക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഈ 6 പേരെയും കൂടെ നിങ്ങൾ 30 തവണ വിസിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ വീക്ക് നിങ്ങൾക്ക് ഒരു വലിയ പോളിസി കിട്ടി, നിങ്ങൾക്കൊരു 2 ലക്ഷം കമ്മീഷൻ കിട്ടി ആ പോളിസിയിൽ നിന്ന് എങ്കിൽ, ചിലപ്പോൾ ഒറ്റ പോളിസിയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ 2, 3 പോളിസിയിൽ നിന്നായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്തോണം? ആ 2 ലക്ഷം കമ്മീഷനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിസിറ്റിംഗ് ഫീസ് എന്ന് പറയുന്നത് 6,000 രൂപയായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് ഓരോ ആളുകളെ എത്ര തവണ കണ്ടു അതിനൊക്കെ ഒരു ചാർട്ടൊക്കെ വേണം. നമ്മൾ കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ, സാറേ ഓക്കെ, നമ്മൾ കസ്റ്റമറുടെ മുമ്പിൽ തന്നെ ടിക്ക് ചെയ്തു, അടുത്ത ഇനി ഞാൻ എന്നാ വരണ്ടേ? അടുത്ത ആഴ്ച ഏതാഴ്ച? ബുധനാഴ്ച 2 മണിക്ക് ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞ് കസ്റ്റമർ ഇത് കാണണം, പ്രോസ്പെക്ട് ഇത് കാണണം. കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ വലിയ വിസിറ്റിംഗ് ഫീസ് കിട്ടും. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് വിസിറ്റിംഗ് ഫീസ് കിട്ടാൻ? എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ഇൻട്രസ്റ്റഡ് ടു ഗെറ്റ് എ വിസിറ്റിംഗ് ഫീസ്? യെസ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വളരെ സിമ്പിൾ. ഒരാഴ്ച നിങ്ങൾ 30 പേരെ കണ്ടു, 30 തവണ പല ആളുകളായിട്ട് 30 തവണ കണ്ടു, അതിൽ നിങ്ങൾക്ക് ഒരു വലിയ പോളിസി കിട്ടി, നിങ്ങൾക്ക് 2 ലക്ഷം കമ്മീഷൻ കിട്ടിയെങ്കിൽ ആ 2 ലക്ഷത്തിന് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വിസിറ്റിംഗ് ഫീസ് എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മളെ ഓരോ വിസിറ്റിംഗ് ഫീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി കസ്റ്റമൈസ് യുവർ അപ്രോച്ച്. എല്ലാ ആളുകളെയും ഒരേപോലെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താണ്? എല്ലാ ആളുകൾക്കും ഒരേ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലെ? ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുന്നു,
ഡോക്ടറോട് രോഗവും മറ്റു പറയുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും മരുന്ന് എടുത്തിട്ട് കഴിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ രോഗം മാറില്ല. അപ്പൊ നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്യുന്നതിലും ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്, ഇല്ലേ? ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ കൊടുത്തോണം. സാർ, മറ്റുള്ള ആളുകളെ ഫോളോ അപ്പ് ചെയ്യുന്നത് പോലെ അല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന്, ഇത് സാറിന് വേണ്ടി മാത്രം. ആദ്യം നമ്മളൊരു പ്രസന്റേഷനൊക്കെ എന്തിൽ കൊണ്ടുകൊടുത്തു? നമ്മൾ വാട്സപ്പിൽ ഓൾ ഇൻ വൺ കാൽക്കുലേറ്റർ വെച്ച് കൊടുത്തു. PDF ഒക്കെ അയാൾ തുറന്നു നോക്കിയപ്പോ അങ്ങേര് പറഞ്ഞു, ബൈജു ഇതെനിക്കൊന്നും മനസ്സിലായില്ല ബൈജു, കാരണം ഇത് എന്തൊക്കെയാണ് ഇതിനകത്ത് നോക്കുമ്പോൾ എനിക്കൊരു പിടുത്തൂല. അപ്പൊ നമ്മൾ പറഞ്ഞു, സാർ സാധാരണ ഞാൻ ഇങ്ങനെയല്ല കൊടുക്കുക, പക്ഷെ എന്നോട് ആ പ്രസന്റേഷൻ അയച്ചതാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അയച്ചു തന്നാണ്. സാധാരണ ഞാൻ കസ്റ്റമൈസ്ഡ് പ്രസന്റേഷനാ കൊടുക്കുക. സാറിന്റെ ആവശ്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം സാറിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒക്കെ ഞാൻ വീട്ടിൽ ചെന്ന് ഡിസൈൻ ചെയ്ത് എന്ത് ചെയ്യും, അല്ലെ? ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുതരിക ചെയ്യാം. പക്ഷെ സാർ അതിന് എനിക്കൊരു സമയം തരാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അങ്ങനെ തന്ന്. സാർ ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ അടുത്ത തവണ സാറിനെ കാണാൻ വരുമ്പോൾ സാറിന് ഞാനൊരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ കൊണ്ടുവന്ന് തരാം. അപ്പൊ എന്ത് ചെയ്തോണം? നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെലിവർ ചെയ്തോണം, ഇല്ലേ? എന്താ ചെയ്യണ്ടേ? ഡിസൈൻ ചെയ്തിട്ട് ഡെലിവർ ചെയ്തോണം. ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ടൈലർ യുവർ ഫോളോ അപ്പ് അപ്രോച്ച് ടു ഇൻഡിവിജ്വൽസ് നീഡ്സ് ആൻഡ് പ്രിഫറൻസ് ടു ഈച്ച് പ്രോസ്പെക്ട്. എന്ത് ചെയ്തോണം? ടൈലർ യുവർ ഫോളോ അപ്പ് അപ്രോച്ച് ടു ഇൻഡിവിജ്വൽസ്. ആളുകളുടെ ആവശ്യത്തിനും മുൻഗണനയ്ക്കും അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഓരോ പ്രോസ്പെക്റ്റിനെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണ്ടേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാം. സം മേ പ്രിഫർ ഫോൺ കോൾസ്, ഇല്ലേ? ബൈജു ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, ഇനി കാണാൻ വരുമൊന്നും വേണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. കസ്റ്റമർ അങ്ങനെയൊക്കെ പറയും, പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വിളിച്ച് അങ്ങനെ എടുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? വൈൽ അതേഴ്സ് മേ പ്രിഫർ വാട്സപ്പ്. ചിലരെന്ത് പറയും, വാട്സപ്പിൽ ഒന്ന് അയച്ചാൽ മതി, ഞാൻ അതിന്റെ മറുപടി തന്നോളാം. ഓർ ഇൻ പേഴ്സണൽ മീറ്റിംഗ്സ്, ഇൻ പേഴ്സൺ മീറ്റിംഗ്. പക്ഷെ നമ്മൾ ഒരു 5-6 തവണ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതിലൊരു 50% എങ്കിലും കസ്റ്റമറെ നേരിട്ട് മീറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തോണം. എന്താണ്? നമ്മളുടെ ഫോളോ അപ്പിന്റെ എണ്ണത്തിൽ ഒരു 50% എങ്കിലും കസ്റ്റമറെ നേരിട്ട് കണ്ട് ചെയ്തോണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കോളിൽ ചെയ്യാം, വാട്സപ്പിലൊക്കെ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലും ഇമെയിലായിട്ടും ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂം മീറ്റിംഗോ ഒക്കെ ചെയ്യാം. പക്ഷെ 50% ഓഫ് ദ ഫോളോ അപ്പ് നമ്മൾ എപ്പോഴും കസ്റ്റമറെ കാണുക വേണ്ട. ഇല്ല സാർ, ഞാൻ സാറിന് വേണ്ടിയിട്ട്, അയ്യോ ബൈജു എന്നെ കാണാൻ വേണ്ടി മാത്രമാണോ വന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? അപ്പൊ നമ്മൾ ഒരിക്കലും പറയരുത് കേട്ടോ, ഞാൻ ഇതുവഴി പോകുമ്പോൾ സാറിനെയും കൂടെ ഒന്ന് കാണാൻ പറഞ്ഞു വന്നാണെന്ന്. അല്ല സാർ, ഞാൻ സാറിനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്, അന്നത്തെ ആ പ്ലാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ സാർ അതിൽ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പൊ ഞാൻ അതിനകത്ത് കുറച്ചും കൂടി കവറേജ് ഒക്കെ കൂട്ടി ഞാൻ വേറൊരു കസ്റ്റമൈസ്ഡ് പ്രസന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഒരു 5 minutes എനിക്ക് സമയം തരികയാണെങ്കിൽ ഐ വിൽ ഷോ യു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഇൻ വൺ കാൽക്കുലേറ്റർ ഒക്കെ തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത്, പക്ഷെ 800 രൂപ കൊടുത്ത് അതിനെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എവിടുന്നെങ്കിലും കസ്റ്റമറുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കസ്റ്റമർക്ക് ഫോട്ടോ ഒക്കെ അതിനകത്ത് ഫോട്ടോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രസന്റേഷൻ കൊണ്ടു കൊടുക്കുക. ഇതാ എന്റെ വിരലിൽ കയ്യെത്തും ദൂരത്ത് എന്റെ ഓഫീസ് റൂമിനകത്തൊരു കളർ പ്രിന്റർ ഇരിക്കുന്നുണ്ട്. 10-15,000 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്. പക്ഷെ കളർ പ്രിന്റ് ഒക്കെ വെച്ച് ചിലപ്പോൾ അവരുടെ ഫാമിലിയുടെ മൊത്തം ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ കൊടുക്കുക. ദാറ്റ് ഈസ് കസ്റ്റമൈസ് യുവർ അപ്രോച്ച്. എല്ലാ ആളുകളെയും ഒരേപോലെ അപ്രോച്ച് ചെയ്യരുത്. ആളുകളുടെ നീഡിനും പ്രിഫറൻസിനും അവരുടെ തിരക്കിനും ഒക്കെ അനുസരിച്ച് നമ്മൾ ഫോളോ അപ്പിന്റെ രീതികൾ മാറ്റിക്കോണം. ദിസ് ഈസ് അനദർ അപ്രോച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോളോ കോർ വാല്യൂസ്. നമ്മൾ എപ്പോഴും വാല്യൂവിന് പ്രാധാന്യം കൊടുത്തോണം. എന്തൊക്കെ കൊടുക്കേണ്ട? ഇന്റൻഷൻ. നമ്മൾ ഓരോ ആളുകളെ ചെന്ന് കാണുമ്പോഴും നമ്മളുടെ ഇന്റൻഷൻ നമ്മളുടെ കമ്മീഷൻ ആവരുത്. അത് കിട്ടിയിട്ട് എനിക്ക് എന്റെ ലോൺ അടയ്ക്കാൻ പറ്റുള്ളൂ, വീട്ടിന്റെ വാടക കൊടുക്കാൻ പറ്റുള്ളൂ, കുട്ടികളുടെ ഫീസ് കൊടുക്കാവൂ എന്നുള്ള ചിന്തയൊന്നും പ്രോസ്പെക്റ്റിന്റെ മുന്നിൽ ഫോളോ അപ്പിന് ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്ത അങ്ങോട്ട് പോരുത്. അയ്യോ, ഇയാൾ ഇന്നും കൂടി പോളിസി എടുത്തിട്ടില്ലെങ്കിൽ അടുത്ത മാസത്തെ എന്റെ ലോൺ എങ്ങനെ അടയ്ക്കുന്നുള്ളതൊന്നും കസ്റ്റമറുടെ മുമ്പിൽ വെച്ച് ചിന്തിക്കരുത്. ഡെഫിനറ്റ്ലി കസ്റ്റമർക്ക് ഇത് മനസ്സിലാവും. ഇതൊന്നും നമ്മളുടെ ചിന്തയിൽ വരരുത്. നമ്മളുടെ ഇന്റൻഷൻ, നമ്മൾ വാല്യൂവിന് പ്രാധാന്യം, നമ്മളുടെ ഇന്റൻഷൻ, അതുപോലെ തന്നെ എഫിഷ്യൻസി. ഓരോ തവണ കസ്റ്റമറെ കാണാൻ ചെല്ലുമ്പോഴും പുതിയ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് പറയാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആദ്യത്തെ തവണ ചെന്ന് കണ്ടിട്ട് പറഞ്ഞ കാക്കയെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ 5ാമത്തെ തവണ ചെന്ന് കാണുമ്പോഴും കാക്കയെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, ഉത്സവിനകത്ത് 10% എന്ന് പറഞ്ഞ് ദ സെയിം സംഗതി തന്നെ പറയരുത്.
Each and every follow-up, you deliver a new thing in front of the customer, in front of the prospect. പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക്, അയ്യോ ബൈജു കഴിഞ്ഞ തവണ വന്ന് പറഞ്ഞപ്പോ ഈ സാധനം പറഞ്ഞില്ലല്ലോ. കാരണം നമ്മൾ ഒരിക്കലും നമ്മളുടെ തോക്കിനകത്തെ മുഴുവൻ ബുള്ളറ്റും ആദ്യത്തെ തവണ കണ്ടപ്പോ തന്നെ വെടിവെച്ച് തീർക്കരുത്. ഒരാളെ കാട്ടിലിങ്ങനെ വേട്ടയ്ക്ക് പോയി. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ട്, ആ തോക്കിനകത്ത് 6 ബുള്ളറ്റും ഉണ്ട്. ഒരു പുലി വന്നു. അപ്പൊ മൂപ്പര് വെടിവെച്ചു, 2 വെടിയിൽ പുലി ചത്തു. ഈ പുലി ചത്തതിന്റെ ആവേശത്തിൽ മൂപ്പർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ രജനീകാന്തിന്റെ ഒരു തമിഴ് പടം കണ്ടിട്ട് അതിൽ ആവേശം കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഉണ്ടിയും വെടിവെച്ച് തീർത്തു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അടുത്ത പുലി ഫാമിലി ആയിട്ട് വരണം. കാരണം ഒരു പുലിനെ കൊന്നുള്ള ബാക്കി പുലി ഫാമിലി ആയിട്ട് വരിക. പിന്നെ നമ്മുടെ തോക്കിനകത്ത് ഉണ്ടില്ല. കാരണം നമ്മൾ ആദ്യത്തെ തവണ കണ്ടപ്പോൾ തന്നെ എല്ലാം പറഞ്ഞു തീർത്തു. പിന്നെ ഫോളോ അപ്പിന് മുമ്പ് എന്ത് പറയും? അതുകൊണ്ട് നമ്മൾ എപ്പോഴും എഫിഷ്യന്റ് ആയിരിക്കണം. എഫിഷ്യന്റ് ആയിട്ട് പുതിയ ഓരോ തവണ കസ്റ്റമറെ കാണുമ്പോഴും 1 ന്യൂ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റണം. അടുത്ത എന്താ? ഫോക്കസ്, അല്ലെ? നമ്മുടെ ശ്രദ്ധയൊന്നും മാറിപ്പോകരുത്. നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ഇൻഷുറൻസ് ഫീൽഡിലാണ്. നമ്മുടെ ജോലി, നമ്മളുടെ സംഗതി എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് നമ്മളുടെ ഫോക്കസ് എന്നുള്ള ചിന്ത പ്രോസ്പെക്റ്റിന് വരണം. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ഡിവോട്ട് മിനിമം 1 hour ഡെയിലി ടു ബിക്കം നെക്സ്റ്റ് ജെൻ സ്മാർട്ട് അഡ്വൈസർ. ഒരു 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും ദിവസം നമ്മൾ എന്ത് ചെയ്തോണം? ഡിവോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശബരിമലയ്ക്കൊക്കെ നമ്മൾ പോകാൻ നേരത്തെ മാലയൊക്കെ ഇട്ടിട്ട് വ്രതമൊക്കെ എടുക്കില്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഭയങ്കര ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പഠിച്ചു വന്ന ആളാണ്. സത്യം പറയട്ടെ ഡിയർ ഫ്രണ്ട്സ്, പുതിയ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാ, ആക്സിഡന്റലി ട്രെയിനറായ ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ പഠിപ്പിക്കാനൊന്നും ഇഷ്ടമല്ല. കാരണം ഈ പഠിപ്പിക്കണമെങ്കിൽ കുറേ പഠിക്കണം. സ്കൂളിൽ പോണ കാലത്തെ പഠിക്കാനൊക്കെ കുറച്ച് ബാക്കിലാണ്. പക്ഷേ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് എന്റെ കയ്യിലുള്ള കുറെ ആയുധങ്ങളൊക്കെ എടുത്ത് പ്രയോഗിച്ച് എനിക്ക് കച്ചവടം കിട്ടാണ്ടായപ്പോ എന്റെ കസ്റ്റമർക്ക് ബെസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോയി. അങ്ങനെ പഠിക്കാൻ പോയപ്പോ എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യമുണ്ട്. പഠിച്ചത് മറക്കാതിരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലാണ്. നിങ്ങൾ ഒരാൾക്ക് 1 തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ 2 തവണ പഠിക്കുന്ന നമ്മൾ പറയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നോക്ക്, നിങ്ങൾ 486 പേര് ഇവിടെ രാത്രി 8:30 വന്നിരിക്കുന്നില്ലേ? അതാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിവോട്ട് മിനിമം 1 hour ഡെയിലി ടു ബിക്കം നെക്സ്റ്റ് ജെൻ സ്മാർട്ട് അഡ്വൈസർ. അടുത്ത ജനറേഷനും കൂടെ ആക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഒരു അഡ്വൈസർ ആവണം എന്നുള്ള രീതിയിൽ ദിവസേന 1 മണിക്കൂറെങ്കിലും, 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മളുടെ തൊഴിലിനകത്ത് എക്സ്പെർട്ട് ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പഠിക്കുക. ഇന്ന് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഞാനും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ ഒരു കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ 2.0 എന്നുള്ളതാണ്. സെഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കറിയാം അത് ലാസ്റ്റ് കൊണ്ടുവച്ചാൽ കുറെ പേര് ഇരിക്കില്ല. വൈദ്യ സാറിന്റെ ട്രെയിനിങ് അല്ലേ, ഞാൻ 10 പ്രിൻസിപ്പളിൽ 5 എണ്ണോ പറഞ്ഞിട്ടുള്ളൂ. മനഃപൂർവ്വം ഞാൻ ഇടയ്ക്ക് കൊണ്ട് സൈഡ് കൊണ്ടുവച്ചു. സാധാരണ ഞാൻ കോഴ്സൊക്കെ അവസാനത്തെ സമയത്താ കൊണ്ടുവയ്ക്കുക. അപ്പൊ അവസാനം കൊണ്ടുവയ്ക്കുമ്പോ എനിക്കറിയാം അവന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് പോകാന്ന് പറഞ്ഞ് കുറെ പേര് പോവും. നിങ്ങൾ ചേരാൻ വേണ്ടിയിട്ടല്ല, മനഃപൂർവ്വം കൊണ്ടുവച്ചതാ. അപ്പൊ ഇത് നെക്സ്റ്റ് ലെവൽ 2.0 എന്ന് പറയുന്ന ഒരു സെഷൻ വരുന്നുണ്ട്. 120 ക്ലാസ്സുകൾ ഇതിനകത്ത് ഞാൻ എടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് കിട്ടും. ഗ്രോമാക്സ് ക്ലബ് എന്ന് പറയുന്ന 2500 രൂപ വിലയുള്ള ലൈഫ് ടൈം ട്രെയിനിങ് കിട്ടുന്ന ആ സംഗതിയിലേക്ക് ഫ്രീ എൻട്രി ഉണ്ട്. വെറും 12,000 രൂപ മാത്രമാണ് ഫീസ്. ഏർലി ബേർഡ് ഓഫർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 9,999 രൂപ. ഇന്ന് കാശൊക്കെ അടയ്ക്കുന്നവർക്ക് 9,999 രൂപയ്ക്ക് ഈ കോഴ്സ് കിട്ടും. കാരണം നിങ്ങൾക്കൊരു നെക്സ്റ്റ് ജെൻ അഡ്വൈസർ ആവാം. നമ്മുടെ പയ്യന്റെ ശ്രീഹരിയുടെ നമ്പർ ഇവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഇൻഫർമേഷൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ജനറേഷൻ ഡിവോട്ട് മിനിമം 1 hour ഡെയിലി ടു ബിക്കം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ക്ലാസ്സുകളുടെ എല്ലാ റെക്കോർഡിംഗ് ഒരു കൊല്ലം നമ്മുടെ ആപ്പിനകത്ത് ഉണ്ടാവും. അതും ആകെ ധൈര്യമുള്ള ഒരാൾ ഞാനാ. 1 കൊല്ലമൊക്കെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് തരാൻ വേണ്ടിയിട്ട്. എടുത്ത ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് 1 വർഷം ആപ്പിനകത്ത് കിട്ടും. അടുത്ത ജനറേഷൻ അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നെക്സ്റ്റ് ലെവൽ 2.0 എന്നാണ്. ഫെബ്രുവരി 9-ാം തീയതിയാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഫോളോ അപ്പിനൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. കാരണം പലപ്പോഴും നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോകും. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ട് പ്രോസ്പെക്റ്റിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പ്രോസ്പെക്ട് പറയണം, ആ ബൈജു ഫെബ്രുവരി മാസം ഒരു
14-ാം തീയതിയൊക്കെ ആകുമ്പോൾ എന്നെ ഒന്ന് വന്ന് കണ്ടോ, ആ സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ അങ്ങനെ പാട്ടും പാടിയിട്ട് അങ്ങോട്ട് പോകും. ഫെബ്രുവരി 14 ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തോണം. ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് കലണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെബ്രുവരി 14 സെലക്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നാളെ അജിത്തേട്ടൻ കാലിക്കറ്റ് ഫെബ്രുവരി 14 കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും എത്ര മണിക്കൂറുകൾക്ക് മുമ്പ്, എത്ര ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കണം. അതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ആ സമയം നമുക്ക് 14-ാം തീയതി കാണേണ്ട ആളെ 12-ാം തീയതി നിങ്ങൾ റിമൈൻഡ് ചെയ്യണമെങ്കിൽ 12-ാം തീയതി ഓർമ്മിപ്പിക്കും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ ഒരു ഡയറി കയ്യിൽ വെക്കുക. ഡെയിലി ഫീൽഡിൽ വർക്കിന് പോകുമ്പോൾ ഒരു ഡയറി കയ്യിൽ വെക്കുക. ഇന്ന് ബൈജുവിനെ വന്ന് കണ്ടു, ബൈജു പറയുകയാണ് ഫെബ്രുവരി 10-ാം തീയതി. അപ്പൊ ഇന്നത്തെ ഡേറ്റിനകത്ത് ബൈജു ഇന്ന് കണ്ടു, ഫെബ്രുവരി 10-ാം തീയതി ബൈജു പോവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 ദിവസം മുമ്പ് എല്ലാ പേജും മറിച്ച് നോക്കുക, 10-ാം തീയതി ബൈജു പാലക്കാടിലേക്ക് ഓട്ടായി എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റം നമ്മൾ ഫോളോ അപ്പിന് വേണ്ടി ഉണ്ടാക്കി വെച്ചോണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പാലക്കാടൻ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സർവേ കല്ലിൽ കാക്ക തൂറിയ പോലെ എന്ന് പറയും. എല്ലാവരുടെയും മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും, ഒന്നും ഓർമ്മയുണ്ടാവില്ല. അയ്യോ അയാളെ അല്ലേ നമ്മള് പോളിസിയൊക്കെ ചോദിച്ചിട്ട് ചേരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ, കല്യാണ പന്തൽ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ആയിരിക്കും ഓർമ്മയുണ്ടാവുക. അപ്പൊ ചോദിക്കും, അല്ല ഞാൻ അന്നൊരു പോളിസിയെ കുറിച്ച് പറഞ്ഞില്ല, അതെന്തായി ചോദിക്കുമ്പോ, പോളിസിയോ നീ അന്ന് പറഞ്ഞിട്ട് പോയി, അത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയപ്പോ ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ഏജന്റിന്റെ അടുത്ത് ചേർന്നു. നിങ്ങൾക്കൊരു ഫോളോ അപ്പ് സിസ്റ്റം കൃത്യമായിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കത് മറന്നുപോകും. അതുകൊണ്ട് എ കസ്റ്റമർ റിലേഷൻഷിപ്പ് സിസ്റ്റം ക്യാൻ ഹെൽപ്പ് യു ടു സ്റ്റേ ഓർഗനൈസ്ഡ് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് യുവർ ഫോളോ അപ്പ് എഫേർട്ട്. നമ്മളുടെ ഫോളോ അപ്പ് എഫേർട്ടിന് അത് വളരെയധികം സഹായിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മളുടെ ഇന്ററാക്ഷൻസ് ട്രാക്ക് ചെയ്തോണം, പ്രോസ്പെക്ടിനെ ഷെഡ്യൂൾ ചെയ്തോണം, എപ്പോഴാണ് അവരെ കാണേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ല എങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ യൂട്യൂബ് ചാനലിനകത്ത് ചാറ്റ് വിത്ത് ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിട്ടുള്ള ഒരു വീഡിയോസ് കിടക്കുന്നുണ്ടാവും. അതിനകത്ത് ലാസ്റ്റ് നമ്മുടെ രമേശൻ സാറിന്റെ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനകത്ത് ഒരു ലിസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഗാലക്സി ക്ലബ് മെമ്പർ ആണ്, വർഷങ്ങളായിട്ട് MDRT ആണ്. അദ്ദേഹം ചെയ്യുന്ന ഫോളോ അപ്പ് സിസ്റ്റം എന്താണെന്ന് നമ്മുടെ ബൈജൂസ് ഇൻഷുറൻസ് അക്കാദമി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അതിനകത്ത് ചെന്നിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഫോളോ അപ്പ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് വെക്കുക. അത് നോട്ട്ബുക്കിലായിക്കോട്ടെ, നിങ്ങൾ പിന്നെ ധാരാളം സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് കിട്ടും. പ്ലേ സ്റ്റോറിനകത്ത് സോഫ്റ്റ്വെയർ അവൈലബിൾ. എന്തെങ്കിലും ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് 6ാമത്തെ പ്രിൻസിപ്പിൾ. ദെൻ സെറ്റ് എക്സ്പെക്ടേഷൻസ്. നോക്കൂ, അജിത്തേട്ടൻ എൻ്റെ അടുത്ത് ബൈജു 2 ആഴ്ച കഴിഞ്ഞ് വന്നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വരുന്നു എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അജിത്തേട്ടൻ അറിയണം. ചില ഏജൻസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാലും തുമ്പും ഇല്ലാണ്ട് പോയി കളയും. ഇവൻ എന്തിനാ വന്ന്, ഇവൻ എന്താ എന്നോട് പറഞ്ഞ്, എന്ത് പറയാനാ വന്ന്, പോളിസി എടുപ്പിക്കാൻ വേണ്ടി വന്നാണോ അതോ എന്റെ വീട്ടിലെ പശുവിനെ വിൽക്കാൻ വന്നാണോ എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോ സെറ്റ് എക്സ്പെക്ടേഷൻസ്, അപ്പോഴേ നമുക്ക് ബിസിനസ് കൺവേർട്ട് ആവുള്ളൂ. അല്ല, ഇത്തേട്ടനറിയാം ബൈജു പാലക്കാട് നിന്ന് കാലിക്കറ്റിൽ എന്നെ കാണാൻ വരുന്നത് അവൻ അന്ന് പറഞ്ഞ പെൻഷൻ പ്ലാൻ ക്ലോസ് ചെയ്യാനാണ്. അപ്പൊ അവൻ വരുന്ന സമയത്ത് ഇത്തവണയെങ്കിലും ചെക്ക് കൊടുക്കാനുള്ള ഒരു സംഗതി ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത കസ്റ്റമറുടെ മനസ്സിലേക്ക് നമ്മൾ ഉണ്ടാക്കണം. എന്ത് ചെയ്തോണം? ബി ക്ലിയർ വിത്ത് യുവർ പ്രോസ്പെക്ട് അബൌട്ട് വാട്ട് ദേ ക്യാൻ എക്സ്പെക്ട് ഫ്രം യുവർ ഇൻ ടേംസ് ഓഫ് ഫോളോ അപ്പ്. അവരുടെ മനസ്സിൽ എന്തിനാണ് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത വേണം. അപ്പൊ അത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം. എസ്റ്റാബ്ലിഷ് ടൈം ലൈൻ ഫോർ ഫോളോ അപ്പ് ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? ഫോളോ അപ്പിന് ഒരു ടൈം ലൈൻ വെക്കാം. ഞാൻ ഇന്ന് കണ്ട കസ്റ്റമറെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കാണും. അപ്പൊ 48 അവേഴ്സിന് മുമ്പ്, അതായത് ഏതൊരു പ്രോസ്പെക്ടിനെ കണ്ടാലും നമ്മൾ 48 അവേഴ്സിന് മുമ്പ് പിന്നെ വീണ്ടും ഒന്ന് ടച്ച് ചെയ്യണം എന്നാ പറയാം. ജ്യോതി മേഡം, ഞാൻ അന്നൊരു പോളിസിയെ കുറിച്ച് പറയാം. ആ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? ആ പോളിസിയെ കുറിച്ച് പറഞ്ഞില്ലേ? അതിന്റെ പുറത്ത് എന്താണ് ഒരു തീരുമാനം എന്നത് ഒരു 48 അവേഴ്സിന് മുമ്പ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഒരു ഫോളോ അപ്പിന് ഒരു സിസ്റ്റം ഉണ്ടാവണം. ഇന്ന് കണ്ടു, പിന്നെ മാസങ്ങളോളം അയാളോട് ഒന്നും ചോദിച്ചില്ല. അപ്പോഴാണ് നമുക്ക് വീണ്ടും ഒരു ചിന്ത വരണോ, നമ്മൾ അന്ന് കണ്ട ഒരാളെ. ചില ഈ മാട്രിമോണിയലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പണ്ടത്തെ ഈ ബ്രോക്കേഴ്സ് ഇല്ലേ, ബ്രോക്കേഴ്സ്, അവർ ഓരോ വീട്ടിലും വന്നിട്ട് പെൺകുട്ടികളെ ജാതകവും തലക്കുറിയൊക്കെ വാങ്ങിയിട്ട് പോകും. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കാനാണ് പോവുക. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ ബ്രോക്കർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ
ഈ ജാതകോ അല്ലെങ്കിൽ അതിന്റെ തലക്കുറി ഏതെങ്കിലും ഒരു പയ്യനെ എടുത്തു കൊടുത്തിട്ട് അവിടെ അങ്ങനെ പാലക്കാട് അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, അവിടെ ചെന്ന് കണ്ടോ എന്നൊക്കെ പോയി പറയും. ഈ ബ്രോക്കറിന്റെ കയ്യിൽ ഈ സാധനം കിട്ടിയിട്ട് കുറെ കാലമായിട്ടുണ്ടാവും, 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഒരു പയ്യനും അച്ഛനും ഒക്കെ ആയിട്ട് വരുന്നു ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ മറ്റേ സുബ്രഹ്മണ്യൻ ബ്രോക്കർ നിങ്ങളന്ന് കുറിപ്പ് കൊടുത്തിട്ട് തന്നിട്ട് കാണാൻ വന്നാണ്. അപ്പൊ പെൺകുട്ടീനെ ഒന്ന് കാണാന്ന് പറഞ്ഞപ്പോ പെൺകുട്ടിയുടെ അമ്മ പറയാ അവളിപ്പോ പ്രസവിച്ച് കിടക്കണം 2 പിള്ളേരായിന്ന്. എങ്ങനെ ഉണ്ടാവും ഫോളോ അപ്പ്? അപ്പൊ അതേപോലെ ആവരുത്, പണ്ടത്തെ കല്യാണ ബ്രോക്കർമാരുടെ ഫോളോ അപ്പ് പോലെ ആവരുത്. നമുക്ക് ഈ കസ്റ്റമറെ കുറിച്ച് ഒരു 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 ടൈം ലൈനിനകത്ത്, ഞാൻ എപ്പോഴും പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോസ്പെക്ടിങ്ങിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്താൽ മിനിമം ഒരു 60 ദിവസത്തിനകത്തെങ്കിലും ആ പോളിസി നമുക്ക് ക്ലോസ് ആവണം. നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പ്രോസ്പെക്ട് ആണെങ്കിൽ. അപ്പോ നമ്മൾ ആദ്യം കണ്ടു, ഒരു 48 മണിക്കൂറിന് സ്ഥലത്ത് രണ്ടാമത്തെ ഫോളോ അപ്പ് നടത്തി. പിന്നെ അയാൾ പറയുന്നതിനനുസരിച്ച് നമ്മളൊരു സിസ്റ്റം പോലെ ഇന്ന ദിവസത്തിനകത്ത് ഇത്ര ദിവസത്തിനകത്ത് നമ്മൾ ഒരു ഫോളോ അപ്പ് സിസ്റ്റം സെറ്റ് ചെയ്യണം. സെറ്റ് എക്സ്പെക്ടേഷൻസ്. അപ്പൊ എന്ത് ചിന്തിക്കും കസ്റ്റമർ? പ്രോസ്പെക്ട് എന്ത് ചിന്തിക്കും? ബൈജു എന്നെ 3ാമത്തെ തവണയാണ് കാണാൻ വരുന്നത്, ഇത്തവണ വരുമ്പോഴെങ്കിലും ആ പാൻ കാർഡ്, അവൻ ചോദിച്ച ആധാർ കാർഡും ഡോക്യുമെന്റ്സും ഒക്കെ കൊടുക്കണം. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ പോളിസി എടുക്കാൻ വില്ലിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാർ വലിയ പോളിസിയൊക്കെ ക്യാൻവാസ് ചെയ്യണം. അപ്പൊ ഇന്ന് പോലും ഞാനൊരു കസ്റ്റമർ എടുത്ത് ലാസ്റ്റ് 3 ഇയറുടെ ഐടിയും കമ്പ്യൂട്ടേഷനും വേണമെന്ന് രാവിലെ മെസ്സേജ് ഇട്ടിരുന്നു. ഒരു 3 മണിയായപ്പോൾ അയാളുടെ ഓഡിറ്റർ എന്നെ വിളിച്ചു. നമ്മുടെ ആള് പറഞ്ഞ ആ കമ്പ്യൂട്ടേഷനൊക്കെ ഞാൻ അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ടെസ്റ്റാ. കാരണം അയാൾ മാനസികമായിട്ട് പോളിസി എടുക്കാൻ വില്ലിങ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു നോക്കൂ, സാർ ലാസ്റ്റ് 3 ഇയറിൽ ഐടിയും കമ്പ്യൂട്ടേഷനൊക്കെ വേണം, വലിയ പോളിസിയൊക്കെ നിങ്ങൾക്ക് എത്ര പോളിസിക്ക് എലിജിബിലിറ്റി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കസ്റ്റമർ ഇതൊക്കെ തരും. അപ്പൊ കസ്റ്റമർക്ക് ഒരു പ്രോസ്പെക്ടിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കണം, ഇയാൾ എന്തിനാ വന്ന്. എസ്റ്റാബ്ലിഷ് എ ടൈം ലൈൻ ഫോർ ഫോളോ അപ്പ്. ഒരു ടൈം ലൈൻ നമ്മൾ അതിനകത്ത് ഉണ്ടാക്കി വെക്കുക. ദെൻ പ്രൊവൈഡ് വാല്യൂ. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തോണം. നമ്മൾ ഫോളോ അപ്പ് കച്ചവടത്തിന് മാത്രമായി എന്നുള്ള ചിന്ത വരരുത്. യൂസ് യുവർ ഫോളോ അപ്പ് ടു പ്രൊവൈഡ് അഡീഷണൽ വാല്യൂ ടു യുവർ പ്രോസ്പെക്ട്. നമ്മളൊരു അഡീഷണൽ വാല്യൂ ഒക്കെ നമ്മളുടെ പ്രോസ്പെക്ടിന് കൊടുത്തോണം. വെറുതെ പോളിസിക്ക് വേണ്ടി ഫോളോ അപ്പ് ചെയ്യാന്നുള്ള ചിന്തയും വേണ്ട. ദിസ് കുഡ് ഇൻക്ലൂഡ് സെൻഡിങ് ദം റെലവെന്റ് ആർട്ടിക്കിൾസ് ഓർ റിസോഴ്സസ് ഓർ ഓഫറിംഗ് ടു ആൻസർ എനി ക്വസ്റ്റ്യൻസ് ദേ മേ ഹാവ്. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഏജന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടണം എന്നുള്ള ഒരു ചിന്ത. ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് എന്താ പറയാ, ഈ ജനുവരി 1-ാം തീയതി റെസൊല്യൂഷൻ ഒക്കെ എടുക്കുമല്ലോ, എല്ലാവരും എടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഓരോരോ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ 2-3 റെസൊല്യൂഷൻ എടുത്തിരുന്നു ആ സമയത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എന്റെ ബിസിനസ്സിനകത്ത് ആക്ട് ചെയ്യണം, ട്രെയിനിങ്ങിനകത്ത് നല്ലൊരു ഫോക്കസ് വേണം, മെയിൻറ്റെയിനിങ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഞാൻ എടുത്തു വെച്ചിരുന്നു. അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ 2 പിള്ളേര് പുതിയ ജിംനേഷ്യം ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. ഇനി പോവാൻ മടി വേണ്ട എന്ന് പറഞ്ഞിട്ട് 1 കൊല്ലത്തെ ഫീസ് ഒന്നിച്ചടയ്ക്കുകയും ചെയ്തു. എങ്ങനെ 1 കൊല്ലത്തെ ഫീസ്? കാരണം കാശ് കൊടുത്താൽ നമുക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ പോയി നോക്കിയപ്പോ നല്ല നല്ല സൈസ് ആയിട്ടുള്ള ജിംനേഷ്യം അല്ലേ. അപ്പൊ എനിക്ക് തോന്നി അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാം. അങ്ങനെ റോട്ടറി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചു. കുറച്ച് പേര് ബ്ലഡ് ഒക്കെ തന്നു, കുറെ പേർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ആയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഒരു പ്രോസ്പെക്ട്, ഞാൻ നേരത്തെ പോളിസി ഒക്കെ ചോദിച്ച ഒരു പ്രോസ്പെക്ട് എന്നെ വിളിച്ചു, ബൈജു നീ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയതിന്റെ പിന്നെ എന്താ പറയാ, ഇതൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ വാട്സപ്പിൽ കണ്ടു. എന്റെ അമ്മയ്ക്ക് നാളെ ഒരു സർജറിയാണ്, 3 കുപ്പി ബ്ലഡ് വേണം. ആ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഞാൻ പറയാം, എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ അഡീഷൻ നമ്മളുടെ പ്രോസ്പെക്ട്സിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഞാൻ ഓരോ തവണ ഒരു പുതിയ ആളെ കാണാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും അയാൾക്ക് ഒരു ഡയറി കൊടുക്കും, പോളിസി തന്നോ തന്നില്ലേ. പക്ഷെ ഞാൻ ഒരു പുതിയ ആളെ കാണുമ്പോൾ ഇവിടെ കുറെ എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഡയറി വാങ്ങി വെച്ചിട്ട് ഏത് സമയത്ത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനിയിപ്പോ അടുത്ത കൊല്ലം 2027 പോവുകയാണെങ്കിൽ അത് എടുത്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു 100 രൂപ വില വരുന്ന ഒരു ഡയറിയാണ്. എല്ലാം എന്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പൊ ഞാൻ പറയുന്നത്, സാർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നതിനുള്ള എന്റെ ഗിഫ്റ്റ് ആണ്. പോളിസി എടുത്തുന്നില്ലെന്നല്ല സാർ, സാറ് പക്ഷെ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നില്ല. ഇത്രയും തിരക്കുള്ള ഒരു സമയത്തും ഞാൻ വന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാർ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നില്ലേ, അപ്പൊ അതിനുള്ളൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ആ കസ്റ്റമർ എന്നോട് പറയും, ബൈജു ഞാൻ പോളിസി ഒന്നും എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഡയറി? ഇതൊക്കെ ഒരു വാല്യൂ ആഡഡ് സർവീസ് ആണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാല്യൂ ആഡ് ഒക്കെ ചെയ്യുമ്പോൾ ദിസ് കുഡ് ഇൻക്ലൂഡ് സെൻഡിങ് ദം റെലവെന്റ് ആർട്ടിക്കിൾസ് ഓർ റിസോഴ്സസ് ഓർ ഓഫറിംഗ് ടു ആൻസർ എനി ക്വസ്റ്റ്യൻസ് ദേ ഹാവ്. കസ്റ്റമർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് പറയാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തിക്കോണം. പോളിസി മാത്രം ചോദിക്കുന്നത്, എപ്പോ കണ്ടാലും കല്യാണത്തിന് കണ്ടാലും അവൻ ഫോളോ അപ്പ് ചെയ്യണമെന്നാണല്ലോ ബൈജു പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. മരണ വീട്ടിൽ കണ്ടപ്പോഴും ചോദിച്ചു, സാറേ ഞാൻ അന്നൊരു പോളിസി പറഞ്ഞില്ലേ, അതെന്താ തരുന്നില്ലേ എന്ന്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കസ്റ്റമറെ അങ്ങനെ ഒരു വാല്യൂ നമ്മൾ കൊടുത്തോണം. ദെൻ ക്രിയേറ്റ് അർജൻസി. ഇല്ലേ, ചില സമയത്ത് നമ്മൾ പോളിസി പറഞ്ഞിട്ടുണ്ടാവും,
നമ്മൾ നോക്ക്, കഴിഞ്ഞ ആഴ്ച LIC 3 പോളിസികൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ജീവൻ ആസാദ്, അതുപോലെ തന്നെ വേറെ 2 പ്ലാനും കൂടെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോളിസികൾ എൻഡ് ആവുമ്പോഴോ നമ്മൾ പറയുന്ന ജീവൻ അക്ഷയിലും ജീവൻ ശാന്തിയിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് പ്രോസ്പെക്ടിനെ അറിയിക്കണം. സാർ, ഞാൻ അന്ന് സാറിനെ വന്ന് കണ്ടപ്പോൾ സാറിന് തരാന്ന് പറഞ്ഞിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇതായിരുന്നു, പക്ഷെ LIC ഈ പ്ലാൻ ക്ലോസ് ചെയ്യാനുള്ള സർക്കുലർ വന്നു, അതുകൊണ്ട് എന്ത് ചെയ്തോണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്തോണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പ്രിൻസിപ്പിൾ എന്താ, ക്രിയേറ്റ് അർജൻസി. പക്ഷെ ആ അർജൻസി ന്യായമാണെന്ന് സാറ് ചിന്തിക്കുകയും വേണം സാർ പ്രോസ്പെക്ട്. ഇപ്പൊ നോക്കൂ, 45 വയസ്സാവാൻ പോണു, 44 വയസ്സും 45 വയസ്സും 6 മാസവും കഴിഞ്ഞാൽ മെഡിക്കൽ നോംസിലൊക്കെ വ്യത്യാസം വരും, വലിയ വലിയ പോളിസികളൊക്കെ വെക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയണം, 50 വയസ്സ് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ ഫോളോ അപ്പിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്തോണം. ദിസ് ഈസ് ദ 9th പ്രിൻസിപ്പിൾ. ദെൻ 10th എന്താ, പോസിറ്റീവ് മൈൻഡ് സെറ്റ്. 10ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും അഡ്വൈസർ, എപ്പോഴും ഏജന്റ് എങ്ങനെ ഉണ്ടായിരിക്കണം, പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ തന്നെ ഇരിക്കണം. കാരണം മനസ്സിന്റെ ബലം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ സ്ട്രോങ് ആയിരിക്കണം, എപ്പോഴും എൻകറേജ്ഡ് ആയിരിക്കണം, എപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രോസ്പെക്റ്റിനെ എൻകറേജ് ചെയ്യണം, നമ്മളും എപ്പോഴും എൻകറേജ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മളൊരു സംരംഭകനെ പോലെ എന്റർപ്രൈസിങ്, നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളെ നമ്മൾ ഒരു സംരംഭകനെ പോലെ പെരുമാറാനുള്ള കഴിവുണ്ടാവണം. അതുപോലെ തന്നെ എപ്പോഴും ശുഭാപ്തി വിശ്വാസം കൊണ്ട് നടക്കണം. ഇതൊക്കെ നമുക്ക് ഫോളോ അപ്പിൽ നമുക്ക് വേണ്ട അനിവാര്യമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഫോളോ അപ്പിന്റെ 10 പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഫോളോ അപ്പിന്റെ കാര്യം നോക്ക്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം, അർജൻസി ക്രിയേറ്റ് ചെയ്യണം, പോളിസി ചോദിക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് എന്തെങ്കിലും വാല്യൂ ക്രിയേറ്റ് ചെയ്യണം, സെറ്റ് എക്സ്പെക്ടേഷൻസ്, നമ്മൾ എന്തിനാ ഫോളോ അപ്പ് ചെയ്യാൻ പോകണം ഒരു ചിന്ത കസ്റ്റമർക്ക് ഉണ്ടായിരിക്കണം, ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കൊണ്ടു നടക്കണം ഫോളോ അപ്പിന്. കൂട്ടത്തിൽ നിങ്ങൾ എന്റെ കോഴ്സിലും ചേരണം, ഇല്ലേ, അതും ഒരു സിസ്റ്റമാക്കി വെച്ചോളൂ. ദെൻ ഇന്റൻഷൻ, എഫിഷ്യൻസി, ഫോക്കസ്, ഇതൊക്കെ വേണം. ദെൻ കസ്റ്റമൈസ് അപ്രോച്ച്, കസ്റ്റമൈസ്ഡ് ആയിരിക്കണം. കമ്മീഷൻ എന്നുള്ളത് വിസിറ്റിംഗ് ഫീസ് ആയിട്ട് കണക്കാക്കണം. ഇൻഷുറൻസ് ബിസിനസ് നോ ആണ്. ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്, പോളിസി കിട്ടുന്നത് വരെ നിങ്ങൾ കസ്റ്റമറുടെ മുമ്പിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഫോളോ അപ്പിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഫോളോ അപ്പ് സീക്രട്സ് എന്ന് പറയുന്ന ഈ സെഷനിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. കാരണം ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾ മടി കാണിച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. കാരണം വലിയ പൈസ ഇരിക്കുന്നത് ഫോളോ അപ്പിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ഫെബ്രുവരി 9 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 മാസത്തെ കോഴ്സാണ്, 120 ക്ലാസ്സുകൾ ഉണ്ടാവും, 12,000 രൂപയാണ് ഫീസ്. ഏർലി ബേർഡ് ഓഫർ 9,999 ആണ്. നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ എൻജോയ് ചെയ്യാം. 1,500 രൂപ വിലയുള്ള ബ്രാൻഡ് ബിൽഡർ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ അതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അതുകൂടാതെ ബൈജൂസ് അക്കാദമിയുടെ ഗ്രോമാക്സ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ട്, അത് പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എൻട്രി കിട്ടും. അത് നമ്മൾ 2,500 രൂപയ്ക്ക് ആളുകൾ എൻട്രി ചെയ്യുന്നതാണ്. ഈ കോഴ്സിൽ ചേരുമ്പോൾ അതിലും എൻട്രി. അപ്പൊ ബൈജുവിന്റെ ഒരു പ്രീമിയം ക്ലബ് മെമ്പർ ആവാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ ഒക്കെ എടുക്കുക, എന്റെ പയ്യനെ വിളിക്കുക, ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പൊ അതിന്റെ ആഡ് വരും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കാശൊക്കെ അടച്ചിട്ട് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ കോഴ്സിൽ ചേരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്കൊരു വിസ്ഡം കിട്ടും. കാരണം ഞാനൊരു റിസൾട്ട് ഓറിയന്റഡ് ട്രെയിനറാണ്. തപാൽ മാർഗനിൽ പഠിക്കുന്ന ആളല്ല. ലാസ്റ്റ് ഇയറും MDRT ആയിട്ടുണ്ട്. എന്റെ ബ്രാഞ്ചിലെ ഏക MDRT ഞാനാണ്, പാലക്കാട് ബ്രാഞ്ച് 1 കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് MDRT ആവുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. വലിയ സക്സസ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും ലാസ്റ്റ് 7 years ആകുമ്പോൾ കണ്ടിന്യൂസ് MDRT, ധാരാളം ട്രെയിനിങ് സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ധാരാളം ട്രെയിനിങ് സെഷൻസ് നടത്തുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാട് വെട്ടിത്തെളിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ മൂർച്ച കൂട്ടാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും എന്നോട് ആളുകൾ പറയാറുണ്ട്, ബൈജു എന്തുകൊണ്ടാ പ്രോഡക്റ്റ് ട്രെയിനർ അല്ല ആവാതിരുന്നതെന്ന്. എനിക്കിഷ്ടം നിങ്ങളെ സെയിൽസ് പഠിപ്പിക്കാനാണ്. കാരണം സെല്ലിങ്സിൽ ഫോളോ അപ്പ് സീക്രട്സും മറ്റു കാര്യങ്ങളും ഇപ്പൊ നോക്കൂ, വേറെ എവിടെ ഫ്രീ സെഷൻസിലേക്ക് നിങ്ങൾ ഓടി കയറി പൊയ്ക്കോ, പക്ഷെ എവിടെയും കിട്ടാത്ത കുറെ സാധനങ്ങൾ. ഇത് നോക്കൂ, ഈ സാധനമൊന്നും ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇന്ന് വരെ കേരള ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ഫോളോ അപ്പ് സീക്രട്സ് എവിടെയെങ്കിലും കേട്ടിരുന്നോ നിങ്ങൾ? ഹലോ, കേട്ടവരൊന്ന് എസ് ടൈപ്പ് ചെയ്ത്. ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും ഏതെങ്കിലും ട്രെയിനർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സെഷൻ ഫോളോ അപ്പിനകത്ത് ആരെങ്കിലും തന്നിരുന്നോ?
ഹരിയോ മെസ്സേജ് ഒക്കെ ഒന്ന് നോക്കണേ, എനിക്കത് എന്താന്ന് മനസ്സിലായിട്ടില്ല. ചിലരൊക്കെ എന്തൊക്കെയോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. നിങ്ങൾക്ക് കോഴ്സിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ ഫോൺ നമ്പറിൽ വിളിക്കുക. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന കോഴ്സ് ഫെബ്രുവരി 9 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.